ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എടാ, നമ്മള് ഫിസിക്സിനകത്തുള്ളതാകുന്ന ചാപ്റ്ററുകൾ എവിടെ വരെ എത്തി? ചലനം എന്നതാകുന്ന ഭാഗം വരെ എത്തി. നമ്മുടെ രണ്ടാമത്തെ എന്തായിരുന്നു സെക്ഷൻ ആയിരുന്നു. അതായത് നമ്മുടെ നാലാമത്തെ ക്ലാസ് ആണിത് കേട്ടോ. ചലനം എന്നതാകുന്ന ഒരു ഭാഗമായിരുന്നു നമ്മൾ തുടങ്ങി വെച്ചത്. അതിനകത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചധികമാകുന്ന കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കിടക്കാം. അപ്പോ ചലനത്തിന്റെ ബാലൻസ് ആകുന്ന ഭാഗമാണ്. മക്കളെ, എനിക്കിന്ന് വൈകുന്നേരം ഒരു 6:50 ആകുമ്പോഴാണ് ട്രെയിൻ. ആയ കാരണം കൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ റെക്കോർഡഡ് ആകുന്ന രീതിയിലായിരിക്കും കാണുക. രാത്രിയിൽ ക്ലാസ് ഇല്ല എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ലൈവേ. പകരം ഈ പറയുന്ന റെക്കോർഡഡ് ക്ലാസ് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ലൈവ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു റെക്കോർഡഡ് ക്ലാസ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് പാകപ്പെടുത്തി വെച്ചിരിക്കുകയാ. അപ്പൊ നമുക്ക് തുടങ്ങാം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പറയുന്ന ചലനവുമായി ബന്ധപ്പെട്ട ടേംസുകൾ എന്തൊക്കെയുണ്ട് അതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് എന്താണ് ഈ പറയുന്ന ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ അല്ലേ? ഓർമ്മയില്ലേ? ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നതാ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ആരാണ് സ്പീഡ് എന്ന് ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾ അതിനെ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് അതേ ഒരു കൂട്ടത്തിൽ വരുന്ന മറ്റൊരാളാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ആക്സിലറേഷൻ എന്ന് പറയുന്നതാണ്. ഇത്രയും ആകുന്ന ആളുകളെ മിനിമം ഈ പറയുന്ന ചലനം എന്ന് പറയുന്നതായ ഭാഗം തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടതാണ്. ഇവരെ എല്ലാവരെയും കൃത്യമായും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ ഒരു ചെറുതാകുന്ന ഒരു കൊച്ചാകുന്ന ഒരു കാര്യം പറയാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ, യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. എന്താടാ യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. മക്കളെ, യൂണിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ പഠിക്കാനില്ല. ആകെ പഠിക്കാനുള്ളതാകുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താ മക്കളെ? എടാ, മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റാ മക്കളെ? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റാ മക്കളെ? വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? പ്രവേഗമാണ്. അപ്പോ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നതായ ആ ആളിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാ. ഈ മീറ്റർ പെർ സെക്കൻഡ് ആകുന്ന ആളിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം മക്കളെ? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. ഇത് സർവ്വസാധാരണമായി പരീക്ഷയ്ക്ക് വരുന്നതാകുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഈ ഒരു കൺവേർഷൻ? ഇത് മാത്രം പഠിച്ചാൽ മതി. ഏറ്റവും കൂടുതലായത് ഇവിടെ നിന്ന് ചോദിക്കുന്നതും ഇത് മാത്രമാണ്. ഓക്കെ അല്ലേ? അപ്പോ ഏറ്റവും ആദ്യം തന്നെ എങ്ങനെയാണ് ഈ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് രണ്ടും പഠിക്കാമേ. അപ്പോ എടാ, SI യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് SI യൂണിറ്റ് അല്ലാതെ മറ്റേതെങ്കിലും ആകുന്ന ഒരു യൂണിറ്റ് ഉപയോഗിക്കുമെങ്കിൽ ഇത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് നോക്കണം. എടാ, ഞാൻ ആദ്യമേ എടുക്കുക കിലോമീറ്റർ. ഞാൻ എടുക്കുന്നു പെർ അവർ എന്നെടുത്തു. മക്കളെ, എന്റെ ഒരു എന്താണ് നിസ്സാരമാകുന്ന ഒരു ചോദ്യം. എടാ, കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. കിലോമീറ്റർ മീറ്റർ ആകാൻ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. മണിക്കൂർ മിനിറ്റ് ആകാൻ 60, സെക്കൻഡ് ആകാൻ വേണ്ടിയിട്ട് എത്രയാ മക്കളെ? 60. ഓക്കെ ആണോ? അപ്പോ മണിക്കൂർ എന്ന് പറയുന്നത് മിനിറ്റ് ആകാൻ ഒരു 60 കൊണ്ടും ഒരു 60 കൂടെ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത് സെക്കൻഡുമായി മാറും. ഇത്രയും കാര്യങ്ങൾ ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ വെട്ടിച്ചെറുതാക്കൽ പ്രക്രിയ ഇവിടെ നടത്തിയാൽ ഈ 0 വെട്ടി, താഴെയുള്ള 2 പൂജ്യങ്ങൾ വെട്ടി, 6 6 36 10 വെട്ടിച്ചെറുതാക്കിയാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എടാ, കിലോമീറ്റർ പെർ അവറിനോടൊപ്പം ഒരു മുകളിൽ 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ ഒരു 5 വരും. ഇവിടെ താഴെ എന്ത് വരും? ഇവിടെ 18 വരും. മക്കളെ, ഇങ്ങനെ ഒരു 5/18 കൊണ്ട് നമുക്ക് അവിടെ ഗുണിക്കുവാൻ സാധിച്ചാ ഈ പറയുന്ന കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് ആരായി മാറും? മീറ്റർ പെർ സെക്കൻഡ് ആയി മാറൂടാ. എന്താ ഞാൻ പറഞ്ഞേ? അപ്പോ മണിക്കൂർ എന്ന് പറയുന്നതിനെ മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 60, സെക്കൻഡ് ആക്കാൻ വേണ്ടി ഒരു 60 കൂടെ, കിലോമീറ്റർ മീറ്റർ ആകാൻ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇങ്ങനെയാകുന്ന സെറ്റപ്പ്. ആ ഒരു സെറ്റപ്പ് നമ്മൾ നോക്കുന്നു. ദാണ്ടെ കിലോമീറ്റർ പെർ അവർ. ദാണ്ടെ ഇവിടെ എത്ര എഴുതണ്ടേ? 5/18 എന്ന് വരും, എല്ലാം കൂടെ വെട്ടിച്ചെറുതാക്കിയ. അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് എന്താ? 5/18 കൊണ്ട് ഗുണിച്ചാൽ ഇവൻ ഏത് യൂണിറ്റിലേക്ക് മാറുന്നു മക്കളെ? മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിലേക്ക് മാറുന്നു. ഡൗട്ടില്ലേ? അപ്പോ ഒരു ചോദ്യമുണ്ട്. എടാ, മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നവനെ അപ്പോ എനിക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് എത്തിക്കണമെങ്കിലോ
എടാ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. എന്തിട്ട് ഗുണിച്ചാൽ മതി? 18/5 ഇട്ട് ഗുണിച്ചാൽ മതി. എന്റെ ആൻസർ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് എത്തിക്കോളും? km/h എത്തിക്കോളും. ഈ ഒരു കാര്യം ആദ്യമേ പഠിച്ചു വെക്കാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാകുന്ന ചോദ്യമാണ്. ഓക്കെ അല്ലേ? 5/18 കൊണ്ട് ഗുണിക്കണം, 18/5 കൊണ്ട് ഗുണിക്കണം, ആരുടെയൊക്കെ കൂടെ. km/h ആണെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം, m/s ആക്കാൻ. m/s ആണെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം, km/h ആക്കാൻ. ഇനി നമുക്കൊരു ചോദ്യം നോക്കാമേ. ഇതാ ഒന്ന് വായോ. എടാ ഞാൻ നിങ്ങളോട് പറയുന്നു, എടാ 72 km/h എത്രയാകുന്ന m/s ആണെന്ന് കണ്ടുപിടിക്കാമോ എന്ന് ഡയറക്റ്റ് ആകുന്ന രീതിയിൽ ചോദ്യം വരാം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ? 72നെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 18 36 72 ആകണമെന്നുണ്ടെങ്കിൽ 18നെ 72ന് എന്ത് ചെയ്യാം? 18നെ 4 കൊണ്ട് വെട്ടാം. അങ്ങനെയാണെങ്കിൽ 5 ഗുണം 4 എന്ന് പറയുന്നത് 20. എന്റെ ആൻസർ 20 m/s എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ. കണ്ടോ ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന്? അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാ, ഒരു എടാ 40 അല്ലേ വേണ്ട 45 m/s എന്ന് ഞാൻ പറയാ. ഇതിനെ ഒന്ന് km/h ആക്കാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ സ്വാഭാവികമായിട്ടും ചെയ്യാൻ പോവുക? എടാ 45നെ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കണം. ആരെയിട്ട്? ദാണ്ടേ 18/5 കൊണ്ട് ഗുണിക്കണം. 18/5 കൊണ്ട് ഗുണിക്കണം. എന്റെ ആൻസർ എന്ത് വരും മക്കളെ? 5 കൊണ്ട് വെട്ടിയാൽ ദാ ഇവൻ 9 മാറും. 9ഉം 18ഉം കൂടെ ആയാൽ 18 180 നിന്നൊരു 10 പോയാൽ 170 ആൻസർ 162 km/h എന്നായി. ഓക്കെ അല്ലെ? 162 km/h എന്നായി. സംഗതി എല്ലാം മനസ്സിലായി എന്നാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. സംഗതികളൊക്കെയും മനസ്സിലായി എന്നാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. എന്താ ഞാൻ പറഞ്ഞേ? എടാ താഴെ കൃത്യമാകുന്ന രീതിയിൽ ഞാൻ ഈ കമന്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അതൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അതാ ഒരു വാലിഡേഷന് വേണ്ടി മാത്രമാണ്. ഞാൻ ഈ കമന്റുകളെല്ലാം പിന്നീട് ഞാൻ കയറി നോക്കും കേട്ടോ. ശരി, അപ്പോ ഞാൻ പറഞ്ഞതാകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എന്താ എടാ നമ്മള് ഈ പറയുന്ന യൂണിറ്റ് കൺവേർഷന് വേണ്ടി എന്ത് ചെയ്യണം? എന്താ നമ്മൾ ചെയ്യേണ്ട യൂണിറ്റ് കൺവേർഷന് വേണ്ടി? നമ്മൾ ആകെ ചെയ്യേണ്ടത് km/h m/s ആക്കാൻ 5/18 കൊണ്ടും m/s km/h ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഗുണിക്കണം. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടുമോ? ഈ ഒരു സാധനം ഒന്ന് ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ചോദ്യമാണ് മക്കളെ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാകുന്ന സാധനം എന്താണ് എന്ന് ചോദിച്ചാൽ സമവാക്യങ്ങൾ എന്ന് പറയുന്ന സാധനമാണ്. ചലന സമവാക്യം അല്ലെങ്കിൽ എന്താണ് സമവാക്യം, ഇത്രയും പറഞ്ഞാൽ മതി. ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയും. എന്താ മക്കളെ? ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? എടാ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കുക. എടാ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നാ ഞാൻ പറഞ്ഞത്. ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാ ഞാൻ പറഞ്ഞത്. എടാ ഈ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷനുകളാണെന്ന് മനസ്സിലാവും. അതായത് ഇവിടെ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ടാവും. ഇതിന്റെ ഇപ്പുറത്തെ വശത്തും കുറച്ച് ആളുകൾ ഉണ്ടാകും. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പുറത്തുള്ള ആളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും. ശരിയല്ലേ? അതായത് റിലേഷൻ, ഇവിടെ റിലേഷൻ ആർക്കിടയിലാ? ബന്ധങ്ങൾ ആർക്കിടയിലാ? നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ടേമുകളില്ലേ? ഏതാ? വെലോസിറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവേഗം, വേഗത, സ്ഥാനാന്തരം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് തങ്ങളിലുള്ള ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. എത്ര എണ്ണം പഠിക്കാനുണ്ട് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ 3 എണ്ണം. മക്കളെ ആകെ പഠിക്കേണ്ടത് ഈ 3 ഇക്വേഷനുകൾ പഠിക്കണം. ഇതിനകത്ത് ഓരോന്നും ആരാണെന്ന് പഠിക്കണം. ഇത് മാത്രം പഠിച്ചാൽ മതി. ഏറ്റവും ആദ്യത്തെ ഇക്വേഷൻ നോക്കേ, V = U + AT എന്നാണ് ഇക്വേഷൻ. ഓക്കെ ആണോ? V = U + AT എന്നാണ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ S = UT + ½ AT² എന്നാണ് ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ V² = U² + 2AS എന്നാണ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ V = U + AT ഒരു ഇക്വേഷൻ, S = UT + ½ AT² രണ്ടാമത്തെ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ V² = U² + 2AS. ഓക്കെ അല്ലേ? അപ്പോ V = U + AT, S = UT + ½ AT², V² = U² + 2AS. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവൂ? മനസ്സിലാവും. ഇവിടെ
ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചതിൽ നിന്ന് കുറച്ചധികമാകുന്ന ഒരു സാധനം ഇവിടേക്ക് വരും. എടാ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് വിയും യുവും ആരാണ് എന്ന് ചോദിച്ചാൽ രണ്ടും ആര് തന്നെയാ മക്കളെ? പ്രവേഗങ്ങൾ തന്നെയാ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, യു എന്ന് പറയുന്ന ആള് ആദ്യ പ്രവേഗമാണ് കേട്ടോ. ആരാടാ? ആദ്യ പ്രവേഗം എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ആരാടാ? ആദ്യ പ്രവേഗം. അതായത് ഒരു വസ്തുവിന് ഉണ്ടായിരുന്ന ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന പ്രവേഗത്തെ വിളിക്കുന്ന പേര്, ആദ്യ പ്രവേഗത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? യു. ഓക്കെ അല്ലേ? ആദ്യ പ്രവേഗം, അല്ലെങ്കിൽ നമ്മൾ പറയും ഫസ്റ്റ് പ്രവേഗം എന്ന് പറഞ്ഞാൽ മതി. എഴുതാനുള്ള സ്ഥലക്കുറവ് കൊണ്ടാണ് ഫസ്റ്റ് പ്രവേഗം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനാണെങ്കിൽ വി എന്ന് പറയുന്നത് എന്താണ്? അന്ത്യപ്രവേഗം എന്ന് പറയും, അല്ലെങ്കിൽ ലാസ്റ്റ് പ്രവേഗം എന്ന് പറയാം കേട്ടോ. ലാസ്റ്റ് പ്രവേഗം എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോ വി എന്ന് പറഞ്ഞാൽ അവസാനമുള്ള പ്രവേഗം, യു എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള പ്രവേഗം. വി എന്ന് പറഞ്ഞാൽ അവസാനമുള്ള പ്രവേഗം, യു എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള പ്രവേഗം. വ്യത്യാസം പിടികിട്ടുവോ? പിടികിട്ടി. അടുത്തതാകുന്നത് എന്താണെന്ന് നോക്കേ. ഇവിടെ എ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ആരായിരിക്കും മക്കളെ? ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ അവൻ തന്നെയാതും. ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നവനാത്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് ആരാ മക്കളെ? ടി എന്ന് പറയുന്നവൻ ആരാ മക്കളെ? സമയമാണ്. ടി എന്ന് പറയുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാ മക്കളെ? സമയമാണ്. എസ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? എസ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? സ്ഥാനാന്തരം. ആരാടാ? സ്ഥാനാന്തരം. എല്ലാരും കഴിഞ്ഞല്ലോ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. 3 തരത്തിലാണ് ഇക്വേഷൻസ് വരുന്നത്, അല്ലെങ്കിൽ 3 ഇക്വേഷനുകളുണ്ട്. ഒന്ന് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, 2 എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അടുത്തത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. 3 ഇക്വേഷൻ കിട്ടിയേ. ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോന്നും ആരൊക്കെയാ? വി ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് പ്രവേഗം അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറയും. യു എന്ന് പറഞ്ഞാൽ അതിനെ ആദ്യ പ്രവേഗം എന്നാ പറയുക. ഇനി പറഞ്ഞു എ എന്ന് പറഞ്ഞാൽ അതിനെ ത്വരണം എന്ന് വിളിക്കാം. ടി എന്ന് പറഞ്ഞാൽ അതിനെ സമയം എന്ന് വിളിക്കാം. എസ് എന്ന് പറഞ്ഞാൽ അതിനെ സ്ഥാനാന്തരം എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ മൊത്തത്തിൽ ഈ ഒരു സ്ക്രീനിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേ. എടാ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി, അതായത് പ്രവേഗം എന്ന് പറയുന്നവന്റെ യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവിടെ കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ എന്ത് ചെയ്യണം? എടാ 1000/3600, അതായത് വെട്ടിച്ചെറുതാക്കുമ്പോൾ 5/18, അതായത് കിലോമീറ്റർ പെർ അവറിലുള്ളതാകുന്ന മൂല്യത്തെ ശ്രദ്ധിച്ചോ, കിലോമീറ്റർ പെർ അവറിലുള്ള മൂല്യത്തെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തിക്കാൻ 5/18ഉം, അതുപോലെ 18/5 ആണ് എന്നാണെന്നുണ്ടെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്കും എത്തിക്കാം. അങ്ങനെയാണെങ്കിൽ 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡിലേക്കും 45 മീറ്റർ പെർ സെക്കൻഡിനെ 162 കിലോമീറ്റർ പെർ അവറിലേക്കും എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി പിന്നെ സമവാക്യങ്ങൾ പറഞ്ഞു. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, അതുപോലെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അത് കഴിഞ്ഞ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ പറയുന്നതിൽ ആരൊക്കെ എന്തൊക്കെ എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞേടാ? വി ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താ? ലാസ്റ്റ് പ്രവേഗം, അന്ത്യപ്രവേഗം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ യു എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞേ. എടാ, യു എന്ന് പറയുന്നത് എന്താണ്? യു എന്ന് പറയുന്നത് എന്താണ്? ആദ്യ പ്രവേഗം എന്നാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അവിടെ അടുത്തതാകുന്നത് എന്താണ് എന്ന് ചോദിച്ചാല്, അടുത്തത് എന്താ നമ്മൾ പറഞ്ഞേ? നമ്മുടെ എ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞു. എ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? എ എന്ന് പറഞ്ഞാൽ ത്വരണമാണ്. ഓക്കെ അല്ലേ? എ എന്ന് പറഞ്ഞാൽ ത്വരണമാണ്. ഓക്കെ ആണോ? എ എന്ന് പറഞ്ഞാൽ ആരാണ്? ത്വരണമാണ്. ഇനി അത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? ടി എന്ന് പറഞ്ഞാൽ സമയമാണ്. അത് കഴിഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം. ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതായ അടുത്ത കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആകുന്ന സാധനമാണ്. എടാ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു കേട്ടോണേ. ഇനി നമുക്ക് പഠിക്കുവാനായിട്ടുള്ള സാധനം എന്താണ് എന്ന് ചോദിച്ചാല് ചലന നിയമങ്ങളാണ് പഠിക്കാനുള്ളത് കേട്ടോ. ചലന നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലോസ് ഓഫ് മോഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ചലന നിയമങ്ങൾ എത്ര എണ്ണമുണ്ട് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ചലന നിയമങ്ങൾ എത്ര എണ്ണം ഉണ്ട് മക്കളെ? 3 എണ്ണം ഉണ്ട്. ഈ 3 നിയമങ്ങളും ആരുണ്ടാക്കി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആരാ ഉണ്ടാക്കിയത്? ന്യൂട്ടൺ കൊണ്ടുവന്നതാകുന്ന നിയമമാണ്. ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? എന്നാൽ എടാ, ഇതിനേക്കാൾ മുമ്പ് തന്നെ മറ്റു നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ്
അരിസ്റ്റോട്ടിലിന്റെ ഒരു സംഭവം. അതാണ് അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്ന അതിനെ വിളിക്കുന്നത്. ഓക്കെ അല്ലെ? അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്നാ വിളിക്കുന്നത്. അപ്പോ ചലന നിയമങ്ങൾ ഈ പറയുന്ന 3 പേര്, ന്യൂട്ടന്റേതാകുന്ന ചലന നിയമങ്ങൾ ഈ പറയുന്ന 3 പേര് വരുന്നതിന് മുൻപ് ഈ പറയുന്ന അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഈ അരിസ്റ്റോട്ടിൽസ് ഫാലസി ശരിക്കും പറഞ്ഞാൽ തെറ്റാ. ഇത് തെറ്റാണ് എന്ന് തെളിയിച്ചത് ഗലീലിയോയുടെ കണ്ടെത്തലുകളിലൂടെയാണ്. ഗലീലിയോയുടെ കണ്ടെത്തലുകളിലൂടെയാണ്. ഗലീലിയോ കണ്ടെത്തൽ നടത്തിയത് എന്ന് പറയുന്നത് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ചാണ്. ഓക്കെയാണോ? ഗലീലിയോ കണ്ടെത്തൽ നടത്തിയത് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ചാണ്. ഞാൻ ആദ്യമേ ഒരു ബേസിക് ഔട്ട്ലൈനാ പറയുന്നത് കേട്ടോ. ഏറ്റവും ആദ്യം ആരുണ്ടായിരുന്നു? അരിസ്റ്റോട്ടിൽസ് ഫാലസി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗലീലിയോ എന്ത് കണ്ടെത്തി? ഇനേർഷ്യ കണ്ടെത്തി. അതോടുകൂടി എന്ത് ഈ ഒന്നാമത്തെ ഈ സാധനം തെറ്റാണ് എന്ന് പറയാൻ സാധിച്ചു. ഇവിടെ വരെ എത്തി നിന്നതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആ പറയുന്ന 3 ചലന നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 3 ചലന നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഒന്നാം ചലന നിയമം ഉണ്ട്, ഒന്നാം ചലന നിയമം ഉണ്ട്. ഓക്കെ അല്ലേ? ഒന്നാം ചലന നിയമം ഉണ്ട്. അത് കഴിഞ്ഞാൽ ആരുണ്ട്? രണ്ടാം ചലന നിയമം ഉണ്ട്. ആരുണ്ട് മക്കളെ? രണ്ടാം ചലന നിയമം ഉണ്ട്. അത് കഴിഞ്ഞാൽ ആരുണ്ടടാ? മൂന്നാം ചലന നിയമമുണ്ട്. ആരുണ്ടടാ? മൂന്നാം ചലന നിയമവും. ഓക്കെ അല്ലേ? ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ. അപ്പോ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കഴിഞ്ഞാൽ ഗലീലിയോയുടെ കണ്ടെത്തലുകളിലൂടെ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നു. അതിനുശേഷം 3 ചലന നിയമങ്ങൾ. നമ്മൾക്ക് ഇതെല്ലാം പഠിക്കണം. നമുക്ക് ഈ പറയുന്ന സാധനങ്ങളെല്ലാം പഠിക്കണം. പക്ഷേ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഈ ഒന്നാം ചലന നിയമത്തിൽ നിന്ന്. എല്ലാം പറഞ്ഞു തരാം, കൃത്യമായിട്ട് എല്ലാ ആളുകളെയും പറഞ്ഞു തരാം. ഒന്നാം ചലന നിയമത്തിനകത്തേക്കോ എല്ലാ കാര്യം, എന്താ ഇനേർഷ്യ എന്നും എന്താ അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്നും എല്ലാം പറഞ്ഞു തരാം. ദാ കേട്ടോണേ മകളെ. ഒന്നാം ചലന നിയമം, ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യമേ മനസ്സിലാക്കിക്കോ. എടാ, എവരി ബോഡി, ഞാൻ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞുതരാം. എവരി ബോഡി continues to be, everybody continues to be in a, everybody continues to be in a state of rest or of uniform motion, or of uniform motion, or of uniform motion along a straight line, along a straight line until an unbalanced external force is acting on it. External force is acting on it. External force is acting on it. ഓക്കെ അല്ലേ? ഇത് ഒന്ന് വായിക്കുക, ഒന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തുക എന്നോടൊപ്പം. ഇടാ, എവരി ബോഡി, ഈ ലോകത്തുള്ള എല്ലാ വസ്തുവകകളും എന്തു ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. എവിടെ? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ കണ്ടിന്യൂ ചെയ്യും. എന്താ ഞാൻ പറഞ്ഞേ? ഒരു വസ്തു, ഞാനിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. എടാ, ഒരു വസ്തു ഉണ്ട്. ഈ വസ്തു ഒന്നുകിൽ അതിന്റെ റെസ്റ്റ് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ? ഒന്നുകിൽ നിശ്ചല അവസ്ഥയിൽ തന്നെ തുടരും, അല്ലെങ്കിൽ എങ്ങനെ? ഈ പറയുന്ന സമചലനത്തിനകത്ത്, നേർരേഖയിലുള്ള സമചലനത്തിനകത്ത് തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെയാണോ? ഒരു വസ്തു എന്ത് ചെയ്യും? നിശ്ചലാവസ്ഥയിൽ തുടരും, അല്ലെങ്കിൽ എവിടെ തുടരും? സമചലനത്തിൽ, നേർരേഖയിലുള്ള സമചലനത്തിൽ തുടരും. എപ്പോൾ വരെ തുടരുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു അൺബാലൻസ്ഡ് ആകുന്ന, ഒരു എക്സ്റ്റേണൽ ആകുന്ന ബലം അനുഭവപ്പെടുന്നത് വരെ. ഈ എക്സ്റ്റേണൽ ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഹ്യബലം എന്നാണ്. അതിന്റെ മലയാളം മനസ്സിലാക്കി വെച്ചോ. എന്തെന്നാ പറഞ്ഞേ? ബാഹ്യബലം എന്നാ പറയാ. ഓക്കെ അല്ലേ? ബാഹ്യബലം എന്നാ പറയാ. അപ്പോ എല്ലാ വസ്തുവകകളും ഒന്നുകിൽ അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തന്നെ തുടരുവാനായി ശ്രമിക്കും, അല്ലെങ്കിൽ അതിന്റെ സമചലനം അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ തുടരുവാൻ ശ്രമിക്കും. യൂണിഫോം മോഷൻ എല്ലായ്പ്പോഴും നേർരേഖയിലെ യൂണിഫോം മോഷൻ ആയിരിക്കും. അങ്ങനെ തുടരുവാൻ ശ്രമിക്കും. എപ്പോൾ വരെ? അതിനകത്ത് ഒരു അൺബാലൻസ്ഡ് ആകുന്ന ബാഹ്യബലം അനുഭവപ്പെടുന്നത് വരെ. അപ്പോ അതിനർത്ഥം എന്താ?
അതിനർത്ഥം എന്താ? ഈ പറയുന്ന എക്സ്റ്റേണൽ ബലം ആ വസ്തുവിനകത്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് വസ്തുവിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ ഒരു മാറ്റം വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാം ചലന നിയമം എന്തിനെ കുറിച്ച് പറയുന്നു? എടാ, അവസ്ഥ മാറുന്നതിനെ കുറിച്ച്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒന്നാമത്തെ ഈ പറയുന്ന നിയമം എന്തിനെ കുറിച്ച് പറയുന്നു? അവസ്ഥ മാറുന്നതിനെ കുറിച്ച്. എന്തിനെ കുറിച്ചാ? അവസ്ഥ മാറുന്നതിനെ കുറിച്ച്. ഓക്കെ അല്ലേ? അവസ്ഥ മാറുന്നതിനെ കുറിച്ച്. ഒരു വസ്തുവിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ സ്റ്റേറ്റ്, എത്രയാണ് സ്റ്റേറ്റുകൾ ഉള്ളത്? ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ്, രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ മോഷൻ. അതായത് നിശ്ചല അവസ്ഥയിലേക്ക് ഒരു വസ്തു എത്തണമെങ്കിലോ അല്ലെങ്കിൽ ഒരു നിശ്ചല അവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലേക്ക് ഒരു വസ്തു എത്തണമെങ്കിലോ അവിടെ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് പറയുന്ന നിയമമാണ് ഏതെന്ന് പറയുന്ന ഒന്നാം ചലന നിയമം. ഓക്കെ അല്ലേ? അപ്പോ അവസ്ഥാ മാറ്റത്തെ കുറിച്ച് പറയുന്നത് എവിടെയാ? അവസ്ഥാ മാറ്റത്തെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് എവിടെയാ പറയുന്നത്? ഒന്നാം ചലന നിയമത്തിലാ. ഓക്കെ അല്ലേ? ഇനി അപ്പോ ആ ഒരു കാര്യം മനസ്സിലായി. ഇനി എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. എടാ, ഞാനിപ്പോ ഈ പറയുന്ന എന്റെ കയ്യിൽ ഒരു വസ്തു ഉണ്ട് എന്ന് വിചാരിക്കാം. ഞാൻ ഈ ഒരു വസ്തുവിനെ തള്ളി എന്ന് വിചാരിക്കാം. ഈ വസ്തു എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ ഞാൻ തള്ളിയിട്ട് കയ്യങ്ങെടുത്തു. ഈ വസ്തു എന്ത് ചെയ്യും? തള്ളി, അവിടെ വസ്തുവിന്റെ അവസ്ഥ മാറി. ഈ വസ്തു ഇപ്പൊ എവിടെ ഇരിക്കുക? നിശ്ചല അവസ്ഥയിൽ ഇരിക്കുക. ഞാൻ ഇതിനെ കൈകൊണ്ടൊന്ന് തള്ളിയാൽ ഇവൻ എന്ത് ചെയ്യും? ചലിക്കാൻ തുടങ്ങും. ഇവൻ കൈകൊണ്ടൊന്ന് തള്ളിയിട്ട് ഞാൻ ആ കൈഞ്ഞ് തിരിച്ചെടുത്തു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ വസ്തുവിനകത്തേക്ക് ഒരു ബലം കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്ത ബലവും കൊണ്ട് ഈ വസ്തു എന്ത് ചെയ്യാൻ തുടങ്ങും? ചലിച്ചങ്ങോട്ടേക്ക് തുടങ്ങും. ഓക്കെ അല്ലേ? ഈ കൊടുത്ത ബലവും കൊണ്ട് ആ വസ്തു എന്ത് ചെയ്യും മക്കളെ? ചലിച്ചു തുടങ്ങും. ചലിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും? നേർരേഖയിൽ തന്നെ തുടർന്ന് ചലിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? എപ്പോൾ വരെ? എടാ, ഇതിനകത്ത് ഒരു ബലം കൊടുത്തു ഞാൻ. ഇതിനകത്ത് ഞാൻ എന്ത് ബലം കൊടുത്തു? ഒരു ബലം കൊടുത്തു ഞാൻ. ഒരു ബാഹ്യമായ ഒരു ബലം ഞാൻ ഈ വസ്തുവിൽ കൊടുത്തത് കൊണ്ടാണ് ഈ പറയുന്ന വസ്തു ചലിച്ചു തുടങ്ങിയത്. ഈ പറയുന്ന വസ്തുവിനകത്തേക്ക് മറ്റു ബലങ്ങളൊന്നും ഇതുവരെ അനുഭവപ്പെടാത്തത് കൊണ്ട് ഈ വസ്തു എന്ത് ചെയ്തു? അതിന്റെ നേർരേഖയിലുള്ള ചലനം തുടർന്നുകൊണ്ടേയിരുന്നു. അതും എങ്ങനെ? സമചലനം, യൂണിഫോം മോഷൻ. ഓക്കെ അല്ലെ? സമചലനത്തിലായിരിക്കും ഈ വസ്തു. നേർരേഖയിലാണ്, സമചലനത്തിലാണ് ഈ വസ്തു. എപ്പോൾ വരെ? മറ്റൊരു ബലം ഇതിനകത്ത് അനുഭവപ്പെടാത്തിടത്തോളം കാലം. നിങ്ങൾക്കറിയാം, ഒരു കാർ ഓടിക്കൊണ്ടിരിക്കുക. കാറിന്റെ ദിശ തിരിക്കണമെങ്കിൽ സ്റ്റിയറിംഗ് പിടിച്ചു തിരിച്ചാലേ സാധിക്കും. അതായത് സ്റ്റിയറിംഗ് തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ബലം കൊടുക്കുന്നതിന് തുല്യമാകുന്ന ഒരു അവസ്ഥയല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ, ഈ വസ്തു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തെന്നി മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങോട്ട് അതിനെ തള്ളണം. ഈ വസ്തു ഇവിടെ എത്തുമ്പോൾ ഞാൻ അതിനെ അങ്ങോട്ടേക്ക് തള്ളിയാലേ ഉള്ളൂ. അതായത് ദിശയ്ക്കകത്തൊരു മാറ്റം വരണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ചലന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ അവിടെ ഞാൻ എന്ത് കൊടുത്തേ പറ്റൂ? ബാഹ്യമായ രീതിയിൽ ഒരു ബലം കൊടുത്തേ പറ്റൂ. പറഞ്ഞത് മനസ്സിലായോ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അവസ്ഥ മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഇവിടെ ഈ പറയുന്ന ഒന്നാം ചലന നിയമത്തിൽ. അവസ്ഥകൾ എത്ര തരത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ, അവസ്ഥയിൽ മാറ്റം വരാൻ എത്രയാകുന്ന വഴികളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, ഒരു വസ്തുവിന്റെ നിശ്ചല അവസ്ഥ മാറണം എന്നുള്ളതാ. നിശ്ചല അവസ്ഥ മാറണം എന്നുള്ളതാ. രണ്ട്, വസ്തുവിന്റെ ചലന അവസ്ഥ മാറണം എന്നുള്ളതാ. മൂന്നാമത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ ദിശയ്ക്കകത്ത് മാറ്റം ഉണ്ടാകണം എന്നുള്ളതാ. ഓക്കെ അല്ലേ? അതായത് ഒരു വസ്തു വളരെ കാര്യമാകുന്ന രീതിയിൽ നിശ്ചല അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവന്റെ നിശ്ചല അവസ്ഥ ബ്രേക്ക് ചെയ്ത് എനിക്ക് അവനെ ചലന അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ ഞാൻ എന്ത് കൊടുക്കണം? ബാഹ്യമായ ഒരു ബലം കൊടുക്കണം. അതുപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന ഒരു വസ്തുവിനെ എനിക്ക് നിശ്ചലമാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കൈകൊണ്ട് അതിനെ തെള്ളി നിർത്തണം. അതായത് അവിടെ ഒരു ബാഹ്യമായ ബലം കൊടുക്കണം. ബലം കൊടുക്കുകയിൽ മാത്രമേ അവിടെ എന്തുണ്ടാകൂ? ചലനം എന്ന് പറയുന്നതിനെ എനിക്ക് നിശ്ചലമാക്കി മാറ്റാൻ സാധിക്കൂ, ചലനത്തെ ഇല്ലാതാക്കാൻ സാധിക്കൂ. ദിശ മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെയും എന്ത് ചെയ്യണം? പെട്ടെന്നൊരു ബലം കൊടുക്കണമെങ്കിലേ അവിടെ ദിശയ്ക്കകത്തൊരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിക്കൂ. ഇപ്പോ ഉള്ള ദിശയെ ബ്രേക്ക് ചെയ്ത് മറ്റൊരു പുതിയ ദിശയിലേക്ക് ആളെ എത്തിക്കാൻ സാധിക്കും. അപ്പോ അവിടെ ഒരു കാര്യം മനസ്സിലായി. ബലം എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ബാഹ്യബലം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്ന ആൾ ആരാടാ? ഇവൻ അവസ്ഥാ മാറ്റത്തിന്റെ കാരണകാരിയാണ്. എന്താ പറഞ്ഞേ? അവസ്ഥാ മാറ്റത്തിന്റെ കാരണകാരി. എന്താ പറഞ്ഞേ? അവസ്ഥാ മാറ്റത്തിന്റെ കാരണകാരി. അതായത് ഓക്കെ ആണോ? അതായത് എന്താ ഞാൻ പറഞ്ഞേ? സംഭവം ഇത്രയേ ഉള്ളൂ. അവസ്ഥയിൽ മാറ്റം ഉണ്ടായത് എങ്ങനെയാ? ബലം കൊടുത്തത് കൊണ്ടാ. അതുകൊണ്ട് ആ അവസ്ഥാ മാറ്റത്തിന്റെ കാരണകാരി ആരാ? അതിവനാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവസ്ഥയിൽ മാറ്റമുണ്ടായത് എങ്ങനെയാ? ഈ പറയുന്ന ബലം കൊടുത്തത് കൊണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവസ്ഥാ മാറ്റത്തിന്റെ കാരണകാരി, റീസൺ ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എങ്ങനെ പറയാം മക്കളെ? റീസൺ ഫോർ
എന്താ പറഞ്ഞേ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. റീസൺ ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എടാ, റീസൺ ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ബലം എന്ന് പറയുന്നത്. മനസ്സിലാവൂ? അപ്പോ എന്റേതാകുന്ന ഡെഫിനിഷൻസിലൂടെയാണ് ഞാൻ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്നത്. ഓക്കെ അല്ലേ? ഇനി എടാ, ഈ പറയുന്ന ഒന്നാം ചലന നിയമം, എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് എ യൂണിഫോം മോഷൻ അൺടിൽ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു വസ്തുവിനകത്ത് ബാഹ്യമായ ഒരു ബലം കൊടുത്താൽ അവിടെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകും. അതായത് നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത് ചലനാവസ്ഥയിലേക്കും ചലനാവസ്ഥ നിശ്ചലാവസ്ഥയിലേക്കും അതുപോലെ ദിശയ്ക്കകത്തും മാറ്റം കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവസ്ഥാ മാറ്റത്തിന്റെ കാരണകാരിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബലം എന്ന് വിളിക്കാം. അതും അവസ്ഥാമാറ്റത്തിന്റെ കാരണകാരി എക്സ്റ്റേണൽ ആകുന്ന ഒരു ബലമാണ് എന്ന് മനസ്സിലാക്കാം. ബാഹ്യബലമാണെന്ന് മനസ്സിലാക്കാം. അതും അൺബാലൻസ്ഡ് സ്വഭാവമുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്നാണെങ്കിൽ ഇനി ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് നോക്കാം. എടാ, ഈ ഒന്നാം ചലന നിയമത്തിനകത്ത് ഈ വസ്തുവിൻ്റെതാകുന്ന അവസ്ഥയെ ബ്രേക്ക് ചെയ്യണം. എത്ര അവസ്ഥയെന്നാണ് നമ്മൾ? നിശ്ചലം, ചലനം, അതുപോലെ തന്നെ ദിശയിലെ മാറ്റം. ശരിയല്ലേ? എടാ, ഈ പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് അവിടെ ബ്രേക്ക് ആകണമെങ്കിൽ ആ വസ്തുവിനെ സ്വാധീനിക്കുന്നതാകുന്ന ഒരു ഘടകമുണ്ട്. അതായത് ഒരു നിശ്ചല അവസ്ഥ എന്ന് പറയുന്നത് ഒരു ചലനാവസ്ഥയിലേക്ക് ആകണമെങ്കിലും ചലന അവസ്ഥ നിശ്ചല അവസ്ഥയിലേക്ക് ആകണമെങ്കിലും ദിശയിൽ ഒരു മാറ്റം വരണമെങ്കിലും ആ പറയുന്ന ബലം സ്വാധീനിക്കുന്ന ഒരു ഘടകമുണ്ട് അവിടെ. ഓക്കെ, ഈ ബലം എത്രത്തോളം ആകണം അല്ലെങ്കിൽ ബലം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതാകുന്ന ഒരു ഘടകമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്ന മക്കളെ? ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കി ഒന്നാം ചലന നിയമം ശരിക്കും ആരുടേതാകുന്ന എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്? ഇനേർഷ്യയുടെ എക്സ്പ്ലനേഷൻ ആ പറയുന്നത്. ഉദാഹരണം പറഞ്ഞുതരാം. എടാ, ഒരു 10 കിലോയുടെ ചാക്ക് ഇതാ ഇവിടെ കിടപ്പുണ്ടെന്ന് വിചാരിക്കാം. ഈ 10 കിലോയുടെ ചാക്ക് തെള്ളി നീക്കാനാണോ നിങ്ങൾക്ക് എളുപ്പം? അതോ ഇവിടെ ഒരു 50 കിലോയുടെ ചാക്ക് കിടപ്പുണ്ട്, ഈ 50 കിലോയുടെ ചാക്ക് തെള്ളി നീക്കാനാണോ എളുപ്പം? ഏതാ മക്കളെ എളുപ്പം? എളുപ്പം എന്ന് പറയുന്നത് 10 കിലോ തള്ളി നീക്കാനാണ്. പക്ഷേ ഈ പറയുന്ന 50 കിലോ തള്ളി നീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും തള്ളി നീക്കാമായിരിക്കാം. പക്ഷെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ അനുഭവപ്പെടുന്നതാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ 50 കിലോയുടെ ചാക്ക് നമുക്ക് അങ്ങോട്ട് അനങ്ങി വഴങ്ങി തരുന്നില്ല. ആ ഒരു വഴങ്ങൽ കുറവ് എന്ന് പറയുന്നത് അതിന്റെ ഇനേർഷ്യ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? എന്താണ് ഇനേർഷ്യ എന്നപ്പോ പഠിക്കാം. എടാ, ടെൻഡൻസി ടു കണ്ടിന്യൂ ദ സ്റ്റേറ്റ്, ടെൻഡൻസി ടു കണ്ടിന്യൂ, ടെൻഡൻസി ടു കണ്ടിന്യൂ ദ കറണ്ട് സ്റ്റേറ്റ്, ദി കറണ്ട് സ്റ്റേറ്റ് എല്ലാം ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. അതായത് എന്താ ടെൻഡൻസി ടു കണ്ടിന്യൂ ദ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? എടാ, ഒരു വസ്തുവിന്റെ കഴിവാണ് ഈ പറയുന്ന സാധനം. അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെതാകുന്ന എന്താണ് വിമുഖത എന്ന് പറയുന്ന ഒരു റിലക്റ്റൻസി ടു മൂവ് അല്ലെങ്കിൽ റിലക്റ്റൻസി ടു ചേഞ്ച് ദ മോഷൻ അല്ലെങ്കിൽ റിലക്റ്റൻസി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. റിലക്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? വിമുഖത കാണിക്കുക. എന്ത് കാണിക്കുക? താല്പര്യമില്ലായ്മ കാണിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കറണ്ട് ആകുന്ന അവസ്ഥ ഏതാണോ അത് തന്നെ തുടരാനാകുന്ന ഒരു സ്വഭാവം കാണിക്കുക. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. എടാ, നിലവിലെ അവസ്ഥ തുടരാനുള്ള ശ്രമം. എന്താ ഞാൻ പറഞ്ഞേ? നിലവിലെ അവസ്ഥ, നിലവിലെ അവസ്ഥ എന്ത് ചെയ്യണം? തുടരണം. തുടരുവാനുള്ള, നിലവിലെ അവസ്ഥ തുടരുവാനുള്ള ശ്രമം, നിലവിലെ അവസ്ഥ തുടരുവാനുള്ള ശ്രമത്തെ വിളിക്കുന്ന പേരാ മക്കളെ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഇനേർഷ്യ. ഇനി ഈ അവസ്ഥ തുടരുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോ? 10 കിലോയുടെ ചാക്ക് തെള്ളി നീക്കാനാണോ എളുപ്പം അതോ 50 കിലോ തെള്ളി നീക്കാനാണോ എളുപ്പം എന്ന് ഞാൻ ചോദിച്ചു. എളുപ്പം ഏതായിരുന്നു? ഈ പറയുന്ന 10 കിലോയാ. 50 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും 10 കിലോയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അവിടെ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരു വസ്തുവിന്റെ ഈ പറയുന്ന സാധനം ഈ വെയിറ്റിനെ കാണിക്കുന്ന ഒരു സാധനം ഇല്ലേ? വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുന്ന ആ വെയിറ്റ് അല്ല, ഗുരുത്വാകർഷണം ഇല്ലാതെ ആ അടങ്ങുന്ന വസ്തുവിനകത്ത് എന്തുണ്ടോ എമൗണ്ട് ഓഫ് മാറ്റർ, അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, മാസ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ മലയാളത്തിൽ വിളിക്കുന്ന പേരെന്താ മക്കളെ? പിണ്ഡം എന്നാ വിളിക്കുന്നത്. ഈ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത് അനുപാതികമായിരിക്കും ആർക്ക്? ഇനേർഷ്യക്ക്. അതായത് ഈ പറയുന്ന മാസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം എന്തും കൂടിക്കൊണ്ടിരിക്കും? ഇനേർഷ്യ എന്ന് പറയുന്ന ആളും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഒരു ചോദ്യം കൂടിയുണ്ട്. ഇനേർഷ്യയുടെ മലയാളം എന്താണ്? ഇത്രയും നേരവുമായിട്ട് നിങ്ങൾ അത് മനസ്സിൽ കൊണ്ടുവന്നില്ല എന്നാണ് എന്റെ തോന്നൽ. അപ്പോ ഞാൻ അതിന്റെ മലയാളം പറഞ്ഞുതരാം. ജഡത്വം എന്ന് പറയും.
എന്തെന്ന് പറയും? ജഡത്വം എന്ന് പറയും. ഇതിനെ എന്തെന്നാ മക്കളെ വിളിക്കുക? ജഡത്വം എന്ന് വിളിക്കും കേട്ടോ. ഓക്കെയാണ്. അപ്പോ ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയുന്നത് എന്താ മക്കളെ? നിലവിൽ ഏതാകുന്ന അവസ്ഥയിലാണോ അവൻ ഉള്ളത് അത് തന്നെ തുടരുവാനുള്ളതാകുന്ന ശ്രമമാണ് ഇനേർഷ്യ. നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണോ അത് തുടരുവാനുള്ള ശ്രമമാണ് ഈ പറയുന്ന എന്ത്? ഇനേർഷ്യ. എല്ലായ്പ്പോഴും ഇനേർഷ്യ എന്ന് പറയുന്നതാകുന്ന ഒരു സാധനത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ പിണ്ഡമായിരിക്കും ഒരു വസ്തുവിന്റെ, അല്ലെങ്കിൽ മാസ് ആയിരിക്കും ഒരു വസ്തുവിന്റെ. ഈ പറയുന്ന ഇനേർഷ്യയുടെ മലയാളമാണ് മക്കളെ ജഡത്വം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ജഡത്വം എന്ന് പറയുന്ന ഒരു സാധനം വളരെ കാര്യമായി ഒരു മാസ് ഉള്ള, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏതൊരു വസ്തുവിനും മാസ് ഉണ്ടാകുമല്ലോ. ഈ ലോകത്തുള്ള എല്ലാ വസ്തുവും ഈ പറയുന്നതായ എന്ത് കാണിക്കും? ടെൻഡൻസി ടു കണ്ടിന്യൂ ദ കറണ്ട് സ്റ്റേറ്റ് കാണിക്കും. എന്നാണെങ്കിൽ അത് ഇനേർഷ്യ എന്നതാകുന്ന ഒരു സ്വഭാവമായിരിക്കുമല്ലോ. അങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കെ. ഒന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത് ആരെ കുറിച്ച് പറയുന്നു? ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് യൂണിഫോം മോഷൻ, അതായത് അവസ്ഥ തുടരുന്നതിനെ കുറിച്ചല്ലേ ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഒന്നാം ചലന നിയമം ആരെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ, ഒന്നാം ചലന നിയമം സംസാരിക്കുന്നത് ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന വ്യക്തിയെ കുറിച്ചാണ്. ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന വ്യക്തിയെ കുറിച്ചാണ് ഒന്നാം ചലന നിയമം സംസാരിക്കുന്നത്. ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയുന്ന ആളിനെ കുറിച്ചാണ് ആര് സംസാരിക്കുന്നത്? ഒന്നാം ചലന നിയമം സംസാരിക്കുന്നത്. ഡൗട്ടില്ലേ? ഡൗട്ടില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനുള്ളതാകുന്ന മറ്റൊരു സാധനം, ഇനേർഷ്യ എന്ന് പറയുന്ന ആളിനെ എത്രയായി തരംതിരിക്കാം? ഇനേർഷ്യ എന്ന് പറയുന്ന ആളെ നമുക്ക് എത്രയായി തരംതിരിക്കാം മക്കളെ? മൂന്നായിട്ട് തരംതിരിക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ് നിശ്ചല ജഡത്വം എന്ന് പറയും. എന്താടാ? നിശ്ചല ജഡത്വം എന്ന് പറയും. ഓക്കെ അല്ലെ? നിശ്ചല ജഡത്വം എന്ന് പറയും ഒന്നാമത്തത്. അതായത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കാം. അടുത്തത് ചലന ജഡത്വം എന്ന് പറയാം. അടുത്ത ആളെ എന്തെന്ന് പറയാം മക്കളെ? ചലന ജഡത്വം എന്ന് പറയാം. മൂന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ അവനെ നമ്മൾ വിളിക്കുന്നത് ദിശാജഡത്വം എന്ന് പറയും. എന്താടാ? ദിശാജഡത്വം എന്ന് പറയും. ദിശാജഡത്വം എന്ന് പറയും. ഓക്കെ ആണോ? ആണ്. ഒന്ന് നോക്കേ, നിശ്ചല ജഡത്വത്തെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ചലന ജഡത്വത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനേർഷ്യ ഓഫ് മോഷൻ. ദിശാജഡത്വത്തെ നമ്മൾ എന്താ വിളിക്കുന്നതെന്ന് അറിയോ? ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താ? എടാ, അതിന്റെ നിശ്ചല അവസ്ഥ തുടരുവാനുള്ള ശ്രമമാണ് ഒരു വസ്തു കാണിക്കുന്നതെങ്കിൽ അതിനെ നിശ്ചല ജഡത്വം എന്ന് പറയാം. ഒരു ചലന അവസ്ഥ തുടരുവാനുള്ള ശ്രമമാണ് ഒരു വസ്തു കാണിക്കുന്നതെങ്കിൽ അതിനെ ചലന ജഡത്വം എന്ന് പറയാം. ദിശ തുടരുവാൻ, ദിശ മാറാൻ വിമുഖത കാണിക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള ദിശ തന്നെ തുടരാനുള്ള ഒരു ശ്രമം കാണിക്കുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് വിളിക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവൂ. അപ്പൊ ഒന്നാം ചലന നിയമത്തിനകത്ത് ആരെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇനേർഷ്യ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നേ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ദിശ മാറുവാനുള്ള, അല്ലെങ്കിൽ അവസ്ഥ മാറുവാനുള്ളതാകുന്ന, അല്ലെങ്കിൽ അവസ്ഥ മാറുവാനുള്ളതാകുന്ന എന്ന് ബേസിക്കായിട്ട് പറയാം. അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ മാറാൻ ഉള്ള വിമുഖത, അല്ലെങ്കിൽ ഈ പറയുന്ന ചലനാവസ്ഥ മാറാനുള്ള വിമുഖത, അല്ലെങ്കിൽ ദിശ മാറാനുള്ള വിമുഖതയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ പറയുന്ന ജഡത്വം എന്ന് വിളിക്കാം. ജഡത്വം എന്താകുന്ന ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മക്കളെ? മാസ് അല്ലെങ്കിൽ പിണ്ഡമാണ് ഇതിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടേ. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ആണ്. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് പറയാം. ഒന്നാമത്തെ ആള് നിശ്ചല ജഡത്വം അല്ലേ? എടാ, ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥ തുടരുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നിശ്ചല ജഡത്വം എന്ന് വിളിക്കാം. നമുക്ക് ഇത് എന്താണെന്ന് ഇനി എലാബറേറ്റീവ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്ത് പഠിക്കണം? ഇതിന്റെ എക്സാമ്പിളുകൾ പഠിക്കണം. ഉദാഹരണത്തിന് നിശ്ചല ജഡത്വത്തിന് ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞാൽ, എടാ, ഞാൻ ഒരു ബസ് എടുത്തു എന്ന് വിചാരിക്കാം. ഒരു ബസ്സിനകത്താണ് ഞാൻ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനൊരു ബസ്സിനകത്താണ്. ഇച്ചിരൂടെ വലുതാക്കി വരയ്ക്കാം അല്ലേ? എടാ, അല്ലേ വേണ്ട, ദാ ഇങ്ങോട്ട് നോക്കി. ഇത് ബസ്സാണ്. ഞാൻ ദാ ഇതിനകത്ത് നിപ്പുണ്ട്. ഓക്കെ, ബസ് ഞാനിപ്പോ ഏത് അവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ ഞാൻ അതിനകത്ത് നിൽക്കുകയാണ്. ഞാൻ റെസ്റ്റിലാണ്. ബസ്സും അവിടെ നിൽക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ഈ പറയുന്ന ഡ്രൈവറിന്റെ സീറ്റിലേക്ക് ഒരാൾ കയറി ഇരുന്നിട്ട് അയാളെ ടപ്പേന്നൊരു ചവിട്ട് അങ്ങോട്ട് കൊടുത്തപ്പോ വണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മക്കളെ, മുമ്പോട്ട് അങ്ങ് നീങ്ങി. വണ്ടി എന്ത് ചെയ്തു? മുമ്പോട്ട് നീങ്ങി. അപ്പോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഞാനെന്ന് പറയുന്ന ഈ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യടാ? പുറകോട്ടേക്ക് തെറിച്ചു പോകും. ഓക്കെ അല്ലെ? ഒരു ബസ് മുന്നേക്ക് നീങ്ങുമ്പോ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഞാൻ പിന്നിലേക്ക് തെറിച്ചു പോകും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എടാ, എന്റെ ശരീരം എന്ന് പറയുന്നത് നിശ്ചല അവസ്ഥ തുടരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശരീരമാണ്. ഞാൻ ഇപ്പോൾ ഉള്ള അവസ്ഥ നിശ്ചലാവസ്ഥയാണ്. ആ അവസ്ഥ തുടരുവാനാണ് എന്റെ ശരീരം ആഗ്രഹിക്കുന്നത്. പക്ഷേ
ബസ് എന്ന് പറയുന്ന ആൾക്ക് എന്തിന് താല്പര്യമില്ല? നിലവിൽ ആ അവസ്ഥയിൽ ഇരിക്കാൻ താല്പര്യമില്ല. അവൻ ഓൾറെഡി ചലനാവസ്ഥ മാറി, അവൻ ചലിക്കാൻ തുടങ്ങി. എന്നാൽ എന്റെ ശരീരം അതിന് പാകപ്പെട്ടില്ല എന്ന കാരണം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? തെറിച്ച് പുറകിലേക്ക് പോകുന്നത്. പിടിയിട്ടു? ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലെ ഈ വീട്ടിന്റെയൊക്കെ കതകില്ലേടാ, നമ്മുടെ വീട്ടിന്റെയൊക്കെ കതകില്ലേ മക്കളെ, ഈ കതകിന്റെയൊക്കെ ഫ്രണ്ടില് നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അതാ ഇവിടെ ഒരു ഫ്ലോർ മാറ്റ് എടുത്ത് വിരിക്കാറുണ്ട്, ശരിയല്ലേ? ഒരു ഫ്ലോർ മാറ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ വിരിച്ചു വെക്കാറുണ്ട്, ശരിയല്ലേ? നമ്മൾ കയറുമ്പോൾ നമ്മുടെ ചെരുപ്പിനകത്തുള്ളതാകുന്ന പൊടിപടലങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് തട്ടിക്കൂട്ടിയിട്ടായിരിക്കും അകത്തേക്ക് കയറി പോകുന്നത്. എന്നാൽ ഈ സാധനം എങ്ങനെ ക്ലീൻ ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. അതാണ് നമ്മുടെ അടുത്തതാകുന്ന ഇവന്റെ എക്സാം. ഒന്നുമില്ല, നേരെ എടുത്ത് ദാ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക ഇവനെ. ശരി, എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരു വടി അങ്ങോട്ടേക്ക് എടുക്കുക. ഇച്ചിരി നീളമുള്ളൊരു വടി ആയിക്കോട്ടെ. സാധാരണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാകുന്ന ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. ഈ വടി കൊണ്ട് ദാ ഇവനെ ഒരു ഒറ്റയടി അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് ഒറ്റയടി അങ്ങോട്ട് കൊടുക്കും. അടിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും മക്കളെ? ദാ ഈ പറയുന്ന സാധനം ഇങ്ങനെ മടങ്ങി പുറകിലേക്ക് വലിയും, ശരിയല്ലേ? ഇങ്ങനെ മടങ്ങി ഇവൻ പുറകിലേക്ക് വലിയും, ശരിയാണോ? ആണോടാ? ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ അടി കൊടുക്കുമ്പോൾ ഇത് വലിഞ്ഞങ്ങ് വരും, ശരിയല്ലേ? പക്ഷെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സാധനം വലിഞ്ഞു പോകുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വടി കൊണ്ട് അടിക്കുമ്പോൾ ഈ ചവിട്ടുപായ പുറകിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാകും? മടങ്ങി വരുന്നുണ്ടാകും. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ആ പറയുന്ന ചവിട്ടിക്കകത്തുള്ള പൊടിപടലങ്ങൾ ഈ പായോടൊപ്പം പോകില്ല. പൊടിപടലങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഇതിനകത്തുള്ള പൊടിപടലങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ തന്നെ നിൽക്കും. ഈ പാ മാത്രം പുറകിലേക്ക് പോകും. എന്താ കാരണം? ഈ പൊടിപടലങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റിലാണ്. അതായത് ഇവൻ അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കമ്പും കൊണ്ട് ഒറ്റയടി അങ്ങ് കൊടുത്തത്. അപ്പോ പെട്ടെന്ന് തന്നെ ഈ ചവിട്ടി അതിന്റെ അവസ്ഥ മാറി, പക്ഷെ അതിനകത്തിരിക്കുന്ന പൊടി അതിന്റെ അവസ്ഥ മാറിയിട്ടില്ല. ആ പൊടി എന്ത് ചെയ്യും? ഈ പായ അങ്ങോട്ട് മാറിക്കളയുമ്പോൾ ദാ ഇവിടെ നിങ്ങൾ നേരെ താഴോട്ട് വീഴും. ഇങ്ങനെ ഒരു തട്ട് കെട്ടുമ്പോൾ ഈ പായ പുറകെ പോകും, പൊടിപടലങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, ഇത് താഴോട്ടേക്ക് വരും. ആ പൊടിപടലങ്ങൾ എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ നിശ്ചല ജഡത്വത്തിന്റെ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് ഉദാഹരണമാണ്. ഡൗട്ടുകളൊന്നും ഇല്ലേ? ഓക്കെ ആണ്. ഇനി നിശ്ചല ജഡത്വവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള കുറെ എക്സാമ്പിളുകൾ പറയാൻ പറ്റും. ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഈ രണ്ട് എക്സാമ്പിളുകൾ പിടികിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. ഇനി രണ്ടാമത്തെ സാധനമാണ് ചലന ജഡത്വം എന്ന് പറയുന്നത്. അവിടെയും ഇതേ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങോട്ട് നോക്കിക്കൊള്ളുക. ഒരു ബസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ബസ് ഉണ്ട്. ഈ ബസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അതാ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഇതാ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു? വണ്ടി അങ്ങോട്ടേക്ക് ചവിട്ടി അങ്ങ് നിർത്തി, പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. വണ്ടി പെട്ടെന്ന് എന്ത് ചെയ്തു മക്കളെ? ബ്രേക്ക് ചെയ്തു. അപ്പോ ഒന്ന് ആലോചിച്ച, വണ്ടി ചലിച്ചുകൊണ്ടിരിക്കുക, വണ്ടിക്കകത്തിരിക്കുന്ന ഞാൻ വണ്ടിയോടൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുകയാ. വണ്ടിക്ക് അകത്തുള്ള ഞാൻ വണ്ടിയോടൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുക. എന്നാ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. എന്താ സംഭവിച്ചത്? പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. പെട്ടെന്ന് കയറി ബ്രേക്ക് പിടിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്നറിയോ? ബസ് നിശ്ചല അവസ്ഥയിലേക്ക് എത്തുമായിരിക്കാം, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു നിശ്ചല അവസ്ഥയിലേക്ക് എത്താൻ എന്റെ ശരീരം എന്ത് ചെയ്യില്ല? അനുവദിക്കുന്നില്ല. ശരീരത്തിന് ചലനാവസ്ഥ തന്നെ തുടരാനാണ് ഇഷ്ടം. അതുകൊണ്ട് ആ ശരീരത്തിന്റെ ഇനേർഷ്യ കാരണം എന്റെ ശരീരം എന്ത് ചെയ്യും? മുന്നോട്ടേക്ക് തെറിച്ചു വരും. ഇത് എന്തിന് എക്സാമ്പിളാ? ചലന ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷനിന് എക്സാമ്പിളാ. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു കാര്യം വേണേ പറഞ്ഞുതരാം. സ്വാഭാവികമായിട്ടും ഓർക്കാവുന്ന ഒരു കാര്യം, ഒരു ബസ്സാ. ഈ ബസ് എന്ന് പറയുന്ന സാധനമേ, ഞാൻ ബ്രേക്ക് പിടിച്ചു എന്ന് വിചാരിക്കാം. ബ്രേക്ക് പിടിക്കുന്നിടത്ത് തന്നെ വണ്ടി സ്റ്റോപ്പ് ആവുമോ? ഇല്ല. കുറച്ചുകൂടി ഓടി മുന്നേക്ക് ചെന്നിട്ടേ വണ്ടി നിൽക്കത്തുള്ളൂ. എന്തുകൊണ്ട് മക്കളെ? വണ്ടിയുടെ ബ്രേക്ക് പിടിച്ചാ വണ്ടിക്ക് എന്തുണ്ട്? ഒരു മാസം ഉണ്ട്. ആ മാസം ഉണ്ടായത് കൊണ്ട് ആ വണ്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക് പിടിക്കുന്നിടത്ത് തന്നെ നിൽക്കാൻ പറ്റൂല. പിടിക്കുന്നിടത്ത് തന്നെ നിൽക്കില്ല. ഓക്കെ, കുറച്ചുകൂടി മുമ്പോട്ടേക്ക് ചെന്നേ നിൽക്കൂ. ഒരു നൂല് വ്യത്യാസത്തിനെങ്കിലും മുന്നോട്ട് ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചാൽ ഇനേർഷ്യ ഓഫ് മോഷൻ കാരണം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി അടുത്തതാകുന്ന ഒരു എക്സാമ്പിൾ ഇപ്പോ ഏതാ പറയുക എന്ന് ചോദിച്ചാല്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ ഈ ബസ് എന്ന് പറയുന്ന സാധനം ഓടിക്കൊണ്ടിരിക്കുക. കുറെ എക്സാമ്പിൾ വേണം ഇവിടുന്ന് പറയാം. ബസ് എന്ന് പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നതാകുന്ന അവസരത്തിൽ ഞാൻ ബസ്സിനകത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവുക മക്കളെ? പതുക്കെ ചാടി ഇറങ്ങാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ബസ് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടേക്കാ.
അപ്പൊ ഞാൻ ചാടി ഇറങ്ങിയിട്ട് അവിടെ തന്നെ നിശ്ചലാവസ്ഥയിലേക്ക് ഇങ്ങനെ ചാടി നിൽക്കാൻ പാടില്ല. ഞാനും എന്ത് ചെയ്യണം, ബസ് ചാടി ഇറങ്ങി കുറച്ച് ബസ്സിന്റെ കൂടെ ഞാൻ അങ്ങോട്ടേക്ക് ഓടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിയേ നിൽക്കാൻ പറ്റൂ എനിക്ക്. എന്തുകൊണ്ട്? എന്റെ വസ്തു ബസ്സിനോടൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുക. ചലിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന ഞാനും ചലിച്ചുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് നിശ്ചലാവസ്ഥയിലേക്ക് വന്നാൽ എന്റെ കാലിന് ഇഞ്ചുറി ഉണ്ടാകും, പെട്ടെന്ന് ഞാൻ മറിഞ്ഞു വീഴും എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് ഓടിയേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നിൽക്കാൻ പറ്റും. ഇങ്ങനെയുള്ള എക്സാമ്പിളുകളൊക്കെ അല്ലേ? ഇങ്ങനെയുള്ള എക്സാമ്പിളുകളൊക്കെ അല്ലേ? ആണ്. ഇനിയും കുറെ എക്സാമ്പിളുകളൊക്കെ പറയാം മക്കളെ, എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. ഇനി അടുത്തതാകുന്ന ഒരു കാര്യം, നമ്മുടെ ആന അറിയാലോ, ആന അറിയാലോ. ഈ ആന എന്ന് പറയുന്ന ഒരു സാധനം ഇച്ചിരി പ്രശ്നകാരിയാകുന്ന ആളാ. ഈ ആന എങ്ങാണ് നമ്മളെ കുത്താൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ആനയെ പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു വെച്ച് ഇടിക്കാൻ പറ്റും. ആണോ? അല്ല, നമുക്ക് എങ്ങനെയും ജീവനും കൊണ്ട് ഓടാനേ സാധിക്കത്തുള്ളൂ. അപ്പോ ആന കുത്താൻ വരുമ്പോ ആനയുടെ പ്രത്യേകത എന്താ? ആനയ്ക്ക് ഒരുപാട് വലുതാകുന്ന എന്തുണ്ട്, ഭാരം അല്ലെങ്കിൽ മാസ് ആനയ്ക്ക് എന്താ മക്കളെ, കൂടുതലാ. മാസ് കൂടുതലുള്ള ആൾക്ക് എന്തും കൂടുതലാണെന്ന് ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു, ഇനേർഷ്യയും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ദിശ മാറുന്ന ഒരാളാണ്. പക്ഷെ ആനയ്ക്ക് അതുപോലെ പറ്റില്ല. കാര്യം എന്താ? മാസ് കൂടിയാൽ ഇനേർഷ്യ കൂടും. ഇനേർഷ്യ കൂടിയാൽ ദിശ മാറാനുള്ളതാകുന്ന കഴിവ് കുറയും. പെട്ടെന്ന് ദിശ മാറാനുള്ള കഴിവ് കുറയും. അതായത് ആന എന്നെ കുത്താൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇസഡ് പോലെ ഓടിയാൽ മതി, വളഞ്ഞ് പുളഞ്ഞ് ഓടിയാൽ മതി, സിഗ് സാഗായിട്ട് ഓടിയാൽ മതി. അപ്പൊ ആന കുത്താൻ വരുമ്പോൾ സിക്ക് സാഗായിട്ട് ഓടണം എന്ന് പറയുന്നതിന്റെ റീസൺ എന്തുകൊണ്ട്? ഈ പറയുന്ന മാസ് കൂടുതലാണ് ആനയ്ക്ക്. അതുകൊണ്ട് ആനയ്ക്ക് ദിശ പെട്ടെന്ന് മാറാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഓടിയാൽ മതിയാകും. ഇത്രയും എക്സാമ്പിളുകൾ വരുമ്പോൾ ഈ ജഡത്വം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുവിധം കാര്യങ്ങളാകും, അല്ലെങ്കിൽ എന്താണ് ജഡത്വം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ആണ് മക്കളെ, വളരെ കാര്യമായിട്ട് തന്നെ എന്താണ് ജഡത്വം എന്ന് പിടികിട്ടിയില്ലേ? പിടികിട്ടി. മക്കളെ, ഇനി ഒന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ടതാകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമുക്ക് രണ്ടാം ചലന നിയമത്തിനകത്തേക്ക് വരേണ്ടത്. അവിടെ രണ്ടാം ചലന നിയമത്തിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാം ചലന നിയമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കുറിച്ചാ പറഞ്ഞേ? ഒന്നാം നിയമം ആരെ കുറിച്ചാ പറഞ്ഞേ? എടാ, ഇനേർഷ്യ എന്ന് പറയുന്ന ആളിനെ കുറിച്ചാ പറഞ്ഞേ. ഓക്കെ അല്ലേ? ഇനേർഷ്യ എന്ന് പറയുന്ന ആളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു. ബലം എന്ന് പറയുന്ന ആള് എന്തിനു വേണ്ടി? അവസ്ഥാ മാറ്റത്തിന് വേണ്ടിയുള്ള ആളാണ് എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? അവസ്ഥാ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആളാണ് ആരെന്ന് പറഞ്ഞു? ഈ പറയുന്ന ആളെന്ന് പറഞ്ഞു. അവസ്ഥാ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആളാണ് ആര്? ബലം എന്ന് പറഞ്ഞു. അപ്പോഴൊരു പ്രശ്നമുണ്ട്. ഇനേർഷ്യ എന്താണെന്ന് പറഞ്ഞു തന്നു, പക്ഷേ ബലം എന്താണ് എന്ന് എന്ത് ചെയ്തില്ല? അവിടെയും പറഞ്ഞില്ല. ഈ പറയുന്ന സാധനത്തിനെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബലമെന്നും എന്താണ് അവന്റെ ദിശയെന്നും പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ രണ്ടാം നിയമം വരുന്നത്. പക്ഷേ അവിടെ ഇതിനേക്കാൾ മുമ്പ് പറയേണ്ട മറ്റൊരു സാധനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. എന്താ പറഞ്ഞേ? അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്ന് പറയുന്ന ഒരു സാധനം. മക്കളെ, ഈ അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്താണ് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ദാണ്ടെ ഈ അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നാം ചലന നിയമം എന്താണോ പറയുന്നത് അതിന്റെ എതിരാണ് ഇവൻ പറയുന്നത്. ഓക്കെ, അരിസ്റ്റോട്ടിലിന്റെ ഈ നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവൻ എന്തായത്? തെറ്റായി മാറി. അപ്പൊ ഒരു ചോദ്യം, എന്താ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മക്കളെ, ഇവിടെ അവസ്ഥ മാറണമെങ്കിൽ ആര് വേണമെന്ന് ഞാൻ പറഞ്ഞു? ബലം വേണമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താ? അവസ്ഥ മാറാൻ ബലം വേണ്ട എന്നാ. ഓക്കെ അല്ലേ? അവസ്ഥ മാറാൻ ബലം വേണ്ട എന്നുള്ളതാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോ ഒരു വസ്തു, എടാ, ഇവിടെ ഇപ്പം ഈ പറയുന്ന ബലം എന്ന് പറയുന്നത് ഇപ്പം അവരുദ്ദേശിക്കുന്നതും പ്രകാരം എന്നുള്ള രീതിയിൽ ഇതിന്റെ വിരുദ്ധമാകുന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം പഠിച്ചാലും മതിയാകും. അല്ല, ഇവിടെ ശരിക്കും പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയാമെന്നാ. നമ്മൾ ഈ പണ്ട് കൊച്ചു പിള്ളേർ ഈ ടയറുകളൊക്കെ ഉരുട്ടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യമേ ഒരു ടയർ ഉണ്ടാകും, അതായത് വലിയ തേഞ്ഞു പോയൊരു ടയർ. ഒരു കമ്പും കൊണ്ട് ഇതിനകത്ത് തട്ടി 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 നടക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കമ്പും കൊണ്ട് ഇങ്ങനെ തട്ടി തട്ടിയായിരിക്കും അവരിങ്ങനെ നടക്കുക. അപ്പോ ഈ പറയുന്ന ബോഡി എന്ന് പറയുന്ന ആളിനെ യൂണിഫോം മോഷനിലേക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സമചലനമില്ലേ, ഒരു വസ്തു സമചലനത്തിലാകണമെങ്കിൽ ബലം വേണം എന്നാണോ ബലം വേണ്ട എന്നാണോ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോ ദാണ്ടെ ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പറയാം. ഒരു വസ്തു സമചലനത്തിൽ തുടരാൻ, ഒരു വസ്തു സമചലനം തുടരാൻ, ഡാഷ് വേണം. അല്ലെ ഡാഷ് എന്ന് പറഞ്ഞാൽ മതി. ഓപ്ഷൻ എ ബലം വേണം. ഓപ്ഷൻ ബി ബലം വേണ്ട.
ഓപ്ഷൻ സി രണ്ടും സാധ്യമാണ്. അതായത് എയും ബിയും സാധ്യമാണ്. എ ബി എന്താണ് രണ്ടും ശരി. ഓപ്ഷൻ ഡി രണ്ടും തെറ്റ്. എ ബി തെറ്റ്. ആലോചിച്ച് പറഞ്ഞാൽ മതി. എടാ, ഒന്നാം ചലന നിയമം ശരിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അവിടെ അവസ്ഥാ മാറ്റത്തിന്റെ കാരണകാരി എന്ന് പറയുന്ന ആള് ബലം ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന അർത്ഥം എന്താണ് എന്ന് പരിഗണിക്കണം. മക്കളെ, നിശ്ചലാവസ്ഥ ചലനാവസ്ഥയിലേക്കാകാനും ചലനാവസ്ഥ നിശ്ചലാവസ്ഥയിലേക്കാകാനും എല്ലാം എന്ത് വേണം? ബലം എന്ന് പറയുന്ന ആള് വേണം. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കെന്ന സമചലനം എന്ന് പറഞ്ഞാൽ എന്താ? സമമായ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന വസ്തു. സമമായ വേഗത എന്ന് പറഞ്ഞാൽ വേഗതയിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. വേഗതയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ബലം ഇതുവരെയും കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടില്ല എന്നാ. അപ്പോ ഈ വസ്തു ഇപ്പൊ ഏത് രീതിയിലായിരിക്കും പോവുക എന്ന് ചോദിച്ചാൽ നേർ രേഖയിലായിരിക്കും പോവുക. ഒരു വസ്തുവിനകത്ത് സമചലനമാണുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ നേർ രേഖാ ചലനത്തിലായിരിക്കണം. കാര്യം എന്താ? ഒരു രീതിയിലും അതിനകത്തേക്ക് ഒരു ബലം വരുന്നില്ല എന്ന ഈ സമചലനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ബലം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി. അപ്പൊ ബലം കൊടുത്താൽ ഈ പറയുന്ന സമചലനത്തിൽ തുടരാൻ സാധിക്കും എന്ന് പറയുന്നത് എന്താ മക്കളെ? തെറ്റാ. ബലം കൊടുത്താൽ സമചലനത്തിൽ തുടരാൻ പറ്റില്ല. സമചലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിഫോം മോഷനെയാണ്. യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നതിനകത്ത് മാറ്റം ഉണ്ടാകണമെങ്കിലാണ് ആരെ കൊടുക്കേണ്ടത്? ബലം കൊടുക്കേണ്ടത്. ഈ പറയുന്ന സമചലനത്തിലാണ് ഒരു വസ്തുവിന് തുടരേണ്ടതെങ്കിൽ അവിടെ എന്തിന്റെ ആവശ്യമില്ല? ബലം എന്നതിന്റെ ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഇതേപോലെ അല്ല ചോദിച്ചത്, മറ്റൊരു രീതിയിലാണ്. ഈ ഒരു കാര്യം മനസ്സിലാവുമല്ലോ. എങ്കിൽ ബലം വേണം എന്ന് പറഞ്ഞൊരു തെറ്റായ ഒരു പ്രസ്താവന ഇറക്കിയതാകുന്ന ഒരു പരിപാടിയാണ് ഏതെന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽസ് ഫാലസി. അതായത് ഒരു വസ്തുവിന്റെ സമചലനം എന്നത് തുടർന്നും അതുപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ ബലം കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന നിയമമാണ് അരിസ്റ്റോട്ടിൽസ് ഫാലസി. എന്നാൽ ചലന നിയമം വന്നപ്പോൾ എന്ത് ചെയ്തു? അത് മാറ്റി കുറിച്ചു. ചലന നിയമം വന്നപ്പോൾ അവര് പറഞ്ഞത് എന്താ? സമചലനത്തിൽ തുടരണമെങ്കിൽ ബലത്തിന്റെ ആവശ്യമില്ല, തുടർന്നുകൊണ്ടേയിരിക്കാം. സമചലനത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ മാത്രമാണ് ബലത്തിന്റെ ആവശ്യം അവിടെ വരുന്നത്. ഇതെവിടെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാം ചലന നിയമത്തിൽ. ഒന്നാം ചലന നിയമത്തിൽ ആരെ കുറിച്ച് പറഞ്ഞു? ഇനേർഷ്യയെ കുറിച്ച് പറഞ്ഞു. അവിടെ ആരെ പരിചയപ്പെടുത്തി? ബലത്തെ കുറിച്ച് പരിചയപ്പെടുത്തി. അവസ്ഥാ മാറ്റത്തിന്റെ കാരണകാരിയാണ് ബലം എന്ന് മാത്രം നമുക്ക് അവിടുന്ന് മനസ്സിലായി. എന്നാൽ രണ്ടാം ചലന നിയമത്തിനകത്ത് എന്തില്ല? ഈ പറയുന്ന സാധനങ്ങൾ ഈ പറയുന്ന ബലം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇനേർഷ്യ ആര് കണ്ടെത്തി എന്ന് ചോദിച്ചാൽ, എടാ, ഈ നിയമം ക്രോഡീകരിച്ചപ്പോൾ ഇനേർഷ്യയുടെ ആവശ്യം വന്നു, അതുകൊണ്ട് ഇനേർഷ്യ എടുത്ത് ഇവിടെ ഉപയോഗിച്ചു, ന്യൂട്ടൺ. എന്നാൽ ഇനേർഷ്യ ആരാ കണ്ടുപിടിച്ചോന്ന് ചോദിച്ചാൽ ആരാ മക്കളെ? ഗലീലിയോ ആണ് കേട്ടോ. ഇതും കൂടെ ഓർത്തു വെച്ചേക്കണേ. ഗലീലിയോ ആണ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ടുകൾ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ഇനി നമുക്ക് നേരെ പോകാം നമ്മുടെ രണ്ടാം ചലന നിയമത്തിനകത്തേക്ക്. ഓക്കെ ആണോ? രണ്ടാം ചലന നിയമത്തിനകത്തേക്ക് മക്കളെ അടിപൊളി സാധനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. രണ്ടാം ചലന നിയമത്തിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും അതിനെ ചുരുക്കി നിങ്ങൾക്ക് വേണ്ടുന്ന നിലവാരത്തിലേക്ക് ഞാൻ എത്തിച്ചേരാം. മക്കളെ, രണ്ടാം ചലന നിയമം, സെക്കൻഡ് നിയമം അല്ലെങ്കിൽ രണ്ടാമത്തെ ചലന നിയമം. മക്കളെ, ഈ ഒരു രണ്ടാം ചലന നിയമത്തിൽ ആരെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ ബലം എന്ന ആളിനെ കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ ഫോഴ്സ് എന്നാണ് നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്ന ആളിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് അവന്റെ മൂല്യം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കണം, അതുപോലെ അതിന്റെ ദിശ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഈ രണ്ടിനെ കുറിച്ചുള്ള പരാമർശവും എവിടെയുണ്ട്? രണ്ടാം ചലന നിയമത്തിനകത്തുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഈ രണ്ടാം ചലന നിയമം എന്നതാകുന്ന വസ്തുത എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട മറ്റൊരാളുണ്ട് മക്കളെ. മൊമെന്റം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. എന്തുണ്ട്? മൊമെന്റം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അതുപോലെ രണ്ടാം ചലന നിയമം എന്ന് പറയുന്നവനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരാളാണ് ആരെന്ന് പറയുന്നത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. ഈ രണ്ടാളുകളെ കൂടി എന്ത് ചെയ്യണം? എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ ഒരു നിയമത്തിന്റെ അണ്ടറിൽ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടതാകുന്ന ആളെന്ന് പറയുന്നത് മൊമെന്റം ആണ് എന്ന് പറഞ്ഞു. ഈ മൊമെന്റത്തെ ഞാൻ ഇതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടാകണം. ആക്കം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ആക്കം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ആക്കം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞാൽ രണ്ടാമത് പഠിക്കേണ്ടവൻ ആരാണ് എന്ന് പറഞ്ഞു? ഇമ്പൾസ് എന്നാണെന്ന് പറഞ്ഞു. എടാ, ഇമ്പൾസിന്റെ മലയാളം എന്നുള്ളതൊന്നുമില്ല. നിങ്ങൾ ഇമ്പൾസ് എന്ന് തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ആവേഗബലം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇതിനെ. എന്താ വിളിക്കണ്ടേ? ആവേഗബലം എന്ന് വേണമെങ്കിൽ വിളിക്കാം.
കുഴപ്പമില്ല, ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആവേഗബലം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോ ശരിക്കും പറഞ്ഞാൽ രണ്ടാം ചലന നിയമം പഠിക്കുന്നത് ബലം ആരാണെന്ന് മനസ്സിലാക്കാനും ബലത്തിന്റെ ദിശ എന്താണെന്ന് മനസ്സിലാക്കാനും അതിന്റെ മൂല്യം കണ്ടെത്താനുള്ള വഴി മനസ്സിലാക്കാനുമാണ്. എന്നാൽ ഈ നിയമം പൂർണ്ണമാകണമെങ്കിൽ ഈ രണ്ടാളുകളെ കൂടി എന്ത് ചെയ്യണം? നമ്മൾ ഒപ്പത്തിനൊപ്പം കൂട്ടണമെന്ന് മനസ്സിലായി. അപ്പോ ഏറ്റവും ആദ്യം ഇവന്റെ ആവശ്യക്കാരനെ പഠിച്ചെടുക്കാം, മൊമന്റം. എടാ ശരിക്കും ആരാണ് മൊമന്റം? മൊമന്റം എന്ന ആളില്ലേ, മലയാളം എന്താണെന്ന് ഞാൻ പറഞ്ഞേ? ആക്കം. എടാ ഈ മൊമന്റം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന വസ്തുവിന്റെ പ്രത്യേകതയാണ്. എന്താ ഞാൻ പറഞ്ഞേ? ചലിക്കുന്ന വസ്തുവിന്റെ പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്? ചലിക്കുന്ന വസ്തുവിന്റെ പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്നത് മൊമന്റം. ചലിക്കുന്ന വസ്തുവിന്റെ പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത് മക്കളെ? മൊമന്റം. ചലിക്കുന്ന വസ്തുവിന്റെ പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്? മൊമന്റം. ഓക്കെ അല്ലേ? ചലിക്കുന്ന വസ്തുവിന്റെ പ്രത്യേകത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? എടാ പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി, അതാണ് മൊമന്റം. പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി, അതാണ് എന്തെന്ന് പറയുന്നത്? മൊമന്റം. പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി, അതാണ് എന്തെന്ന് പറയുന്നത്? മൊമന്റം. എന്തുകൊണ്ടാണ് ചലിക്കുന്ന വസ്തുവിന്റെ പ്രത്യേകത എന്ന് അവിടെ പറഞ്ഞത്? മക്കളെ ശ്രദ്ധിച്ചോണേ, ചലിക്കുന്ന വസ്തുവിന്റെ പ്രത്യേകത എന്ന് അവിടെ പറഞ്ഞ എന്താ? സാധാരണഗതിയിൽ മൊമന്റത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ആക്കത്തിന്റെ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എടാ മൊമന്റത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ പി കൊണ്ടാണ്. സമം എങ്ങനെ പറയും? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ ആണോ? ആണ്. ഇനി അപ്പോ ഈ ഒരു സാധനം പറഞ്ഞു, അതിനർത്ഥം എന്താ? എടാ ഈ വെലോസിറ്റി എന്ന് പറയുന്ന ആളിന്റെ മൂല്യം ഏതെങ്കിലും ഒരു കാരണവശാൽ 0 ആയാൽ വസ്തുവിന് ചലനം ഇല്ല എന്നല്ലേ അതിന്റെ അർത്ഥം? വെലോസിറ്റി 0 ആയാൽ മൊമന്റത്തിന്റെ മൂല്യം 0 ആയില്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കെ, ചലിക്കുക എന്ന് പറയുന്നത്, അതായത് വിക്ക് മൂല്യം ഉണ്ടെങ്കിൽ മാത്രമേ വസ്തുവിന് എന്തുള്ളൂ? മൊമന്റം ഉള്ളൂ. അതിനർത്ഥം എന്താ? ചലിക്കുന്ന മാത്രമായ വസ്തുക്കളുടെ പ്രത്യേകതയാണ് മൊമന്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആണ്. അതുപോലെ ചില ആളുകള് വേറൊരു രീതിയിലും ഇതിനെ എന്താണ് ഡിഫൈൻ ചെയ്യാറുണ്ട് മക്കളെ. ഒരു സെക്കൻഡിൽ വേണ്ടുന്ന ബലം എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഓക്കെ അല്ലേ? ഒരു സെക്കൻഡിൽ വേണ്ടുന്നതാകുന്ന ബലം, ഇവൻ മൊമന്റം എന്ന് പറഞ്ഞാലും ബലം തന്നെയാണ്. ഓക്കെ, മൊമന്റം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? മൊമന്റം എന്ന് പറയുന്നതും എന്താണ്? ഒരു സെക്കൻഡിൽ വേണ്ടുന്നതാകുന്ന ബലം എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ സംസാരിക്കുന്നത് കേട്ടോ. ഒരു സെക്കൻഡിൽ വേണ്ടുന്നതാകുന്ന ബലം എന്നൊക്കെയാണ് നമ്മൾ അവിടെ പറയുന്നത്. ഒരു സെക്കൻഡിൽ വേണ്ടുന്ന ബലം. അപ്പോൾ അത് ആക്ച്വലി അത് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതെല്ലാം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അങ്ങനെ കുറെ വാക്കുകളുണ്ട്. നിങ്ങൾ അതൊന്നും പഠിക്കണമെന്നില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഈ പറഞ്ഞത് മാത്രം മനസ്സിലാക്കാം. മൊമന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇതൊന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇവിടെ മൊമന്റം പഠിച്ച സ്ഥിതിക്ക് ഒരാളെ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഒരാളും ഈ പറയുന്ന മൊമന്റം എന്ന് പറയുന്ന ഒരാളുമായിട്ടൊരു ബന്ധമുണ്ട്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന ബന്ധം എന്ത് ചെയ്യണം? നമുക്ക് ആദ്യമേ ഒന്ന് ഇതിന്റെ കൂടെ പിന്നെ ഒരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. എടാ എന്താണ് എന്ന് നോക്കേ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു p²/2m. ഇതാണ് ഇക്വേഷൻ. p²/2m ഇതാണ് ഇക്വേഷൻ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? p²/2m. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ p²/2m. ഇവിടുന്ന് നമുക്ക് മനസ്സിലായി കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നേരനുപാതികമായിരിക്കും മൊമന്റത്തിന്റെ സ്ക്വയറിന്. കണ്ടോ? മൊമന്റത്തിന്റെ സ്ക്വയറിന്. ഓക്കെ, അപ്പോ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും. എങ്ങനെയാണ് ആ ചോദ്യം എന്ന് നോക്കേ. ക്വസ്റ്റ്യൻ, എടാ മൊമന്റം എന്ന് പറയുന്നത് എന്തായി മാറി? ഇരട്ടിയായി മാറി. p2p ആയി. എങ്കിൽ കൈനറ്റിക് എനർജിയിൽ എന്താകുന്ന വ്യത്യാസം ഉണ്ടാകുമെന്ന് കണ്ടെത്താമോ എന്നാണ് ചോദ്യം. എന്ത് ചെയ്യണമെന്നറിയോ? ഒന്നുമില്ല. പി എന്ന് പറയുന്ന ആള് 2p ആയി. ഓക്കെ, ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ആള് നേരനുപാതികമാണ് p² എന്നല്ലേ നമ്മൾ മനസ്സിലാക്കി. അപ്പോ ഇവിടെ ഇതിനകത്ത് വന്ന മാറ്റം, ഏത് മൊമന്റത്തിനകത്ത് വന്ന മാറ്റം, ആരുടെ അടുത്ത്? പിയുടെ അടുത്ത് വരുന്ന മാറ്റം ഏത് രീതിയിൽ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും? എടാ സ്ക്വയർ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? എടാ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നേരനുപാതമല്ലേ p²? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇത് സ്ക്വയർ ചെയ്താൽ മതി. പിയുടെ മൂല്യം ഇരട്ടിയായാൽ ഈ പറയുന്ന പിയുടെ സ്ഥാനത്ത് 2p വന്നാൽ 2pയുടെ സ്ക്വയർ ആയില്ലേ? അപ്പൊ എന്തായടാ? 4p² എന്നായി. കൈനറ്റിക് എനർജി എത്രയായി മാറി? p² എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാ, 4 മടങ്ങ് കൈനറ്റിക് എനർജിയായി. ഇവിടെ ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി. ഇവിടെ എന്താ? p² വന്നിരിക്കുന്നത്. പിക്കുണ്ടായ മാറ്റമാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2p എന്ന് പറയുന്നത്. അപ്പൊ പിയുടെ സ്ക്വയർ എടുത്താൽ കൈനറ്റിക് കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. പിയുടെ സ്ക്വയർ ആണ് കൈനറ്റിക്. അപ്പോ 2pയുടെ സ്ക്വയർ എടുത്താൽ
പുതിയ കൈനറ്റിക് കിട്ടും. അവിടെ 2ന്റെ സ്ക്വയർ എത്ര? 4. ഇത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ കൈനറ്റിക് എനർജി എത്ര മടങ്ങായി? 4 മടങ്ങായി എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. 2 ആണ് അവിടെ വന്നിട്ടുള്ളത്, പിക്ക് ഇവിടെ സ്ക്വയർ. അപ്പൊ 2ന്റെ സ്ക്വയർ, അപ്പൊ അതെത്ര? 4. അപ്പൊ കൈനറ്റിക് എനർജി എത്ര മടങ്ങായി മാറി? 4 മടങ്ങായി മാറി എന്ന് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ടുകൾ ഇല്ല എന്ന് വിശ്വസിച്ചു കൊള്ളട്ടെ. അപ്പൊ എന്താണ് മൊമെന്റവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അത് മൊത്തം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ബലം എന്ന് പറയുന്ന ആളിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എടാ, ഇവിടെ ബലത്തിന്റെ ഇക്വേഷനുകൾ ഒന്നും ഞാൻ നിങ്ങളോട് കൂട്ടിച്ചേർത്ത് എന്താണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിന്റെ ആ ഒരു എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. എടാ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് directly proportional to the applied to the force and the direction of motion is in the direction of force. Is in the direction of applied force എന്ന് പറഞ്ഞാലും മതിയാവും. Is in the direction of applied force. ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞുതരാം. ഒരു ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് മനസ്സിലാക്കി തരാം. ഒരു വസ്തു ഇവിടെ ഇരിക്കുക, ഞാനിതിനെ തെള്ളി, അതായത് ബലം കൊടുത്തു. വസ്തു എങ്ങോട്ട് നീങ്ങും? ബലം എങ്ങോട്ട് കൊടുത്തു അങ്ങോട്ട് വസ്തു നീങ്ങും. ഇത്രയേ ഉള്ളൂ. ചലിച്ചത് എങ്ങോട്ടാ? ബലത്തിന്റെ അതേ ദിശയിൽ ചലിച്ചു. അത് തന്നെയല്ലേ ഇതായി പറഞ്ഞേക്കുന്നത്. ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സിന്റെ അങ്ങോട്ട് തന്നെ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് മോഷൻ. ബലം എവിടേക്കാണോ കൊടുത്തത് അവിടേക്കായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ചലനം സംഭവിക്കുന്നത്. ഇനി ആ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി എന്താണ് ബലത്തിന്റെ മൂല്യം എന്ന് ചോദിക്കുമ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നിരക്ക് എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? ഏതെങ്കിലും ആകുന്ന ഒരു മൂല്യത്തെ സമയം കൊണ്ട് ഭാഗിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാ മക്കളെ നിരക്ക്. ഏതെങ്കിലും ആകുന്ന ഒരു മൂല്യത്തെ സമയം കൊണ്ട് ഭാഗിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നിരക്ക്. ഇവിടെ ആരുടെ നിരക്കാ വേണ്ട? ചേഞ്ച് ഓഫ് മൊമെന്റം. ആക്കത്തിന്റെ നിരക്കിന് നേരാനുപാതികമെന്ന ആക്കത്തിന്റെ നിരക്ക് ചേഞ്ച് ഓഫ് മൊമെന്റം. താണ്ടെ ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടോ? അപ്പോ ചേഞ്ച് ഓഫ് മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ആണ് ആരെന്ന് പറയുന്നത് മക്കളെ? ബലം. കണ്ടോ? ചേഞ്ച് ഓഫ് മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ആണ് ആരെന്ന് പറയുന്നത് മക്കളെ? ബലം. മനസ്സിലായോ? എന്താ ഞാൻ പറഞ്ഞേ? മൊമെന്റം ചേഞ്ച്. പറയുന്നത് എന്താണോ അത് അതേപോലെ പറഞ്ഞുതരാം. മൊമെന്റം ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈമിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ അത് എന്ന് പറയുന്നത് നേർ ആർക്ക്? ബലം. ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇക്വേഷൻ ആണ് മക്കളെ. ബലത്തിന്റെ മൂല്യം എഫ് എന്ന് വിളിക്കുന്നു. എഫ് ഇസ് ഈക്വൽ ടു എം എ. എം എന്ന് പറഞ്ഞാൽ മാസ്, എ എന്ന് പറഞ്ഞാൽ ത്വരണം. ഇവിടെ നിന്ന് ഉണ്ടാക്കി. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നില്ല, വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞു തരുക. മൊമെന്റം ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ മൊമെന്റം ചേഞ്ചിന്റെ നിരക്ക്, ആക്കത്തിന്റെ നിരക്ക്, അതിനെ വിളിക്കുന്ന പേരാണ് ബലം. അത് എന്താണ്? ബലത്തിന് നേർ അനുപാതികമായിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആക്കത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് എന്താണ്? ബലത്തിന് തത്തുല്യമാണ് എന്നത് മനസ്സിലാക്കുന്നു. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലായാൽ മതി. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി എന്നാണെങ്കിൽ ഒന്ന് പറഞ്ഞു മക്കളെ, കമന്റ് ചെയ്തേ. അപ്പോ എന്താ? ബലം കൊടുത്താൽ വസ്തുവിന് ചലനം ഉണ്ടാകും. ഏത് ദിശയിലാണോ ബലം കൊടുത്തത് അതേ ദിശയിൽ ചലനം ഉണ്ടാകും. ആയ കാര്യം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്ത്? ആക്കത്തിന്റെ നിരക്ക്. ഓക്കെ അല്ലേ? ആക്കത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് നേർ അനുപാതികമായിരിക്കും ബലത്തിന്. ഇതാണ് അവിടെ പറഞ്ഞത്. ഇവിടുന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് മക്കളെ എന്തെന്ന് പറയുന്നത്? എഫ് സമം എം എ എന്ന് പറയുന്നത്. എം എന്ന് പറഞ്ഞാൽ മാസ്, എ എന്ന് പറഞ്ഞാൽ ത്വരണം. പിടികിട്ടി എന്നാണ് എന്റെ വിശ്വാസം. എഫ് എന്ന് പറഞ്ഞാൽ ബലം, എം എന്ന് പറഞ്ഞാൽ മാസ്, എ എന്ന് പറഞ്ഞാൽ എന്ത്? ത്വരണം. മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഇക്വേഷന്റെ പേരാ എന്തെന്ന് പറയുന്നത്? എഫ് ഇസ് ഈക്വൽ ടു എം എ. ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചു കൊള്ളട്ടെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിച്ചു കൊള്ളട്ടെ. ഓക്കെ, ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഈ ആക്കത്തിന്റെ നിരക്ക് എന്ന് പറയുന്ന ഒരു സാധനം, അത് ഇച്ചിരി ചെറുതാകുന്ന രീതിയിലെങ്കിലും ഒന്ന് പറഞ്ഞു തരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ആക്കത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയുക? ഈ നിരക്കെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വ്യത്യാസം ഭാഗം എന്താണ്? നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസം ഭാഗം സമയം. ഇതാണ് നിരക്ക് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇവിടെ ഈ ആക്കത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആക്ക വ്യത്യാസം ഭാഗം സമയം. ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്കത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യം വന്നു, ഈ ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മൊമെന്റം ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്?
ശ്രദ്ധിച്ചോണേ മക്കളെ. ഈ മൊമെന്റം ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല, വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എടാ ഇത്രയേ ഉള്ളൂ. എടാ ഇപ്പോ ഒരു വസ്തു അത് ചലിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു വസ്തുവാകാം, അല്ലെങ്കിൽ നിശ്ചല അവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവാകാം. നിശ്ചല അവസ്ഥയിലാണെങ്കിൽ അതിനെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങുന്നതാകുന്ന ഒരു വസ്തു, അതിന്റെ വേഗത പൂജ്യം അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത് പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പൂജ്യത്തിൽ നിന്ന് ഒരു 60ലേക്ക് എത്തി എന്ന് വിചാരിക്കും. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി ഞാൻ പറയുക, എന്റെ വസ്തു ചലിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, അവിടെ നിന്ന് മറ്റൊരു ചലനാവസ്ഥയിലേക്ക് വന്നു എന്ന് വിചാരിക്കും. 20ൽ നിന്ന് 60 വന്നു. ഇത് രണ്ടും ചലനം തന്നെയല്ലേ? പൂജ്യത്തിൽ നിന്ന് 60ലേക്കും 20ൽ നിന്ന് 60ലേക്കും. ഇവിടെ എന്താ? ഇത് റെസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരുന്നു, ഇത് മോഷനിലായിരുന്നു. എടാ ഒരു ചലന അവസ്ഥയിൽ നിന്ന് മറ്റൊരു ചലനാവസ്ഥയിലേക്ക് എത്തിയാലും നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലേക്ക് എത്തിയാലും രണ്ടും നമുക്ക് അവസ്ഥാമാറ്റമായിട്ട് പരിഗണിക്കാം. എടാ 20 എന്ന് പറയുന്ന ഒരു വേഗതയിൽ നിന്ന് 60 എന്ന വേഗതയിലെത്തി. മക്കളെ 20 എന്ന് പറഞ്ഞാൽ ഒരവസ്ഥ, 60 എന്ന് പറഞ്ഞാൽ മറ്റൊരവസ്ഥ. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് എത്തി. അതായത് വണ്ടി ആക്സിലറേറ്ററിനകത്തോട്ട് കാല് വെച്ച് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നേ, പെട്ടെന്ന് കാല് കൊടുത്തങ്ങ് വണ്ടി എന്ത് ചെയ്തു? സ്പീഡിലാക്കി എന്ന് പറഞ്ഞാൽ അവിടെ അവസ്ഥ മാറ്റി എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എടാ ആദ്യം അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാകുന്ന പ്രവേഗം, നമ്മൾ ഓൾറെഡി പറഞ്ഞ ആളുകളാ, ആദ്യ പ്രവേഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് മക്കളെ യു എന്ന. അതായത് ഒരു വസ്തു നിലവിൽ ഏതാകുന്ന പ്രവേഗമാണ്, നിലവിൽ ഏതാകുന്ന വേഗതയിലാണ് എന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? യു എന്ന് പറയാം. ഇനി അവിടെ അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ അവസാന പ്രവേഗം എന്ന് പറയുന്ന ഒരാളുണ്ട്. അതായത് ഞാൻ കണക്ക് കൂട്ടുവാൻ വേണ്ടി പരിഗണിക്കുന്ന ഇപ്പോഴുള്ളതാകുന്ന, ഇപ്പോൾ വരെയുള്ളതാകുന്ന, അല്ലെങ്കിൽ ഈ അവസാനിക്കുന്ന വേളയിൽ ഉള്ളതാകുന്ന വേഗത, അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ വി. കേട്ടോ? അപ്പോ ആദ്യ പ്രവേഗം എന്ന് പറഞ്ഞാൽ യു കൊണ്ട് സൂചിപ്പിക്കണം, അവസാന പ്രവേഗം എന്നവനെ എന്ത് ചെയ്യണം? വി കൊണ്ട് സൂചിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റം ചേഞ്ച് അല്ലെങ്കിൽ ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. അവസാന പ്രവേഗം, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി. അവസാന പ്രവേഗം കണ്ടുപിടിക്കാൻ, പ്രവേഗം എന്ന് പറഞ്ഞാൽ വിയും യുവും ഒക്കെയാണ്. എന്നാൽ ആദ്യ പ്രവേഗം യുവും അവസാന പ്രവേഗം വിയുവാ. അപ്പൊ അവിടെ ഒരു പ്രശ്നം, ആദ്യം ഉണ്ടായിരുന്ന ആക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസമല്ലേ? അപ്പൊ വേണ്ട, ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആക്കങ്ങൾക്കിടയിലുള്ള വ്യത്യാസം. അവസാനമുണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? മാസിന്റെ വെലോസിറ്റിയാണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത്. അവസാനം എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി എം വി മൈനസ് ആദ്യമുള്ളതാകുന്ന ആക്കം എന്താണ്? ഇത് തങ്ങളിലുള്ള വ്യത്യാസം. അവസാന ആക്കവും ആദ്യ ആക്കവും തമ്മിലുള്ള വ്യത്യാസം എം ഇൻറ്റു വി മൈനസ് യു. ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്നതിൽ എം പൊതുവെ ഇനി പുറത്തേക്ക് എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ വി മൈനസ് യു അകത്തു വരുത്തില്ലേ? വരും. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? നിരക്ക് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈ ടൈമും കൂടെ കൊടുക്കേണ്ടി വരും. അതുകൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇതെന്തായി? ത്വരണം എന്നായി മാറി. അപ്പോൾ ഇവിടെ ത്വരണം എന്ന് പറയുന്ന ആൾക്കൊരു ചെറിയ ഇക്വേഷനും കൂടെ രൂപീകരിക്കപ്പെടും. ഇവിടെ ത്വരണം എന്ന് പറയുന്ന ആളിനൊരു ചെറിയ ഇക്വേഷനും കൂടെ ആ സമയത്ത് രൂപീകരിക്കപ്പെടും. എന്താണ് എന്ന് ചോദിച്ചാൽ മക്കളെ, പ്രവേഗ വ്യത്യാസത്തിന്റെ നിരക്കിനെ വിളിക്കുന്ന പേരാണ് ആക്കം. എന്താ പറഞ്ഞേ? പ്രവേഗ വ്യത്യാസത്തിന്റെ നിരക്ക്. നമ്മൾ പഠിച്ചതല്ലേ? പ്രവേഗ വ്യത്യാസത്തിന്റെ നിരക്ക് എന്താണ്? പ്രവേഗ വ്യത്യാസത്തിന്റെ നിരക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് എന്നാ ചോദിച്ചത്? ആക്സിലറേഷൻ. ഓക്കെ അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. മക്കളെ തിരിച്ചും മറിച്ചും ഒക്കെ പഠിക്കണം കേട്ടോ, എന്നാലേ കാര്യമായിട്ട് മനസ്സിനകത്തേക്ക് എന്താണ് പകർന്നു നിൽക്കത്തുള്ളൂ. അപ്പോ താണ്ടെ പ്രവേഗം എന്ന് പറയുന്നതിന്റെ വ്യത്യാസത്തിന്റെ നിരക്കിനെ ആക്സിലറേഷൻ, ഇതിന്റെ കൂടെ ഒരു മാസം കൂടെ ഗുണിച്ച് ചേർത്താൽ അതെന്തായി മാറി? ആക്ക വ്യത്യാസമായി മാറി എന്ന് മനസ്സിലാക്കുക കേട്ടോ. ആക്ക വ്യത്യാസം എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആക്ക വ്യത്യാസമല്ല, മാസം കൂടെ ഗുണിച്ച് ചേർത്താൽ ആക്സിലറേഷന്റെ കൂടെ പ്രവേഗ വ്യത്യാസത്തിന്റെ കൂടെ മാസം കൂടെ ഗുണിച്ച് ചേർത്താൽ എന്തായി എന്ന് ചോദിച്ചാൽ അതായത് എന്തായി? നമ്മുടെ എഫ് ഇസ് ഈക്വൽ ടു എം എ. താണ്ടെ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നതിനല്ലേ ബലം എന്ന് വിളിക്കുന്നത്? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നായി മാറും കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുമോ? അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വളരെ നിസ്സാരമാകുന്ന വണ്ണം കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ടുള്ളൂ. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് കഴിഞ്ഞു? നിങ്ങൾ രണ്ടാം ചലന നിയമം പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, രണ്ടാം ചലന നിയമത്തിൽ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്ന ഒരാൾ കൂടിയുണ്ട്, അവനെ കൂടി നിങ്ങൾ പഠിക്കണം. ആവേഗബലം, അല്ലെങ്കിൽ അവനെ നമ്മൾ വിളിക്കുന്ന പേര് ഇമ്പൾസ് എന്നാണ്. ഓക്കെ ആണോ മക്കളെ? ഇമ്പൾസിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇമ്പൾസ് എന്ന് പറയുന്ന ആൾ സമം ബലം ഗുണം സമയം എന്നാണ് പറയാറ്. എന്താടാ പറഞ്ഞേ? ബലം ഗുണം സമയം. എഫ് എന്ന് പറഞ്ഞാൽ ബലം, ഗുണം ടി എന്ന് പറഞ്ഞാൽ സമയം. ബലം ഗുണം സമയമാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. എടാ ഈ ഇമ്പൾസ് എന്ന് പറഞ്ഞാല് എന്താണ്? സഡൻ ഫോഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ ലാർജ് ഫോഴ്സ് ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം എന്നാ പറയുന്നത്. ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം എന്നാ പറയുന്നത്.
ലാർജ് ഫോഴ്സ് ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം എന്നാ പറയുന്നത്. അതിനർത്ഥം എടാ എന്റെ കയ്യിൽ ഇതാ ഇവിടെ ഒരു പലക ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഇവനെ ഒരു കട്ടയുടെ പുറത്തെടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചു. ഇവിടെ എല്ലാം ഗ്യാപ്പാ, ഫ്രീ ആയിട്ട് കിടക്കുക. ഞാൻ ഇതിന്റെ മുകളിൽ വളരെ വേഗത്തിൽ ഒറ്റയടി അങ്ങ് കൊടുത്തു. നമ്മുടെ കരാട്ടെ മാസ്റ്റർമാര് ചുടുകട്ടയൊക്കെ പൊട്ടിക്കുന്നത് എങ്ങനെയാ, അതുപോലെ തന്നെ. അപ്പൊ ഇതെന്ത് ചെയ്തു? രണ്ടായിട്ട് ഉടഞ്ഞു മാറി. ഓക്കെ, രണ്ടായിട്ട് ഉടഞ്ഞു മാറി. അപ്പോ വളരെ വേഗത്തിലാണ് ഞാൻ ആ പ്രതലത്തിലേക്ക് ആ ബലം കൊടുത്തത്, അല്ലെ? അതായത് ആ പ്രതലത്തിലേക്ക് ആ ബലം ചെല്ലുവാനായി വളരെ കുറച്ച് സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇത് ഉടഞ്ഞു മാറിയത്. അതേസമയം നിങ്ങൾ ഇതേ ബലത്തിനെ ഇച്ചിരി അധികം സമയമെടുത്ത് അതിനകത്തേക്ക് കൊടുക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ആ പൊട്ടുന്ന പരിപാടി അവിടെ നടന്നു എന്ന് വരില്ല. ഓക്കെ, അപ്പോ ഒരു ചെറിയ വേഗത്തെ വളരെ വലുതാകുന്ന രീതിയിൽ ഒരു വസ്തുവിനകത്തേക്ക് ചെലുത്തുക. ആ സമയത്താണ് അവിടെ എന്തുണ്ടാകുന്നത്? ആ സമയത്ത് എന്താണോ അവിടെ ഉണ്ടാകുന്നത്, ഒരു സഡൻ സഡൻ ആകുന്ന ഒരു ക്വിക്ക് ആകുന്ന ഒരു റെസ്പോൺസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാ മക്കളെ ഇമ്പൾസ് എന്ന് പറഞ്ഞ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതായത് ലാർജ് ഫോഴ്സ്, ഒരു വലിയ ബലം ഒരു ചെറിയ സമയത്തേക്ക് ഒരു പ്രതലത്തിൽ അനുഭവപ്പെടുത്തുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. കേട്ടോ, ഇത്രയും പഠിച്ചാൽ മതി, ഒത്തിരി കാര്യങ്ങളൊന്നും അവിടുന്ന് പഠിക്കാൻ നിൽക്കണ്ട. ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എടാ, ഈ ആക്ക വ്യത്യാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്ന ആളിന്റെ യൂണിറ്റ് എന്താണെന്നറിയോ? യൂണിറ്റ് ഓഫ് മൊമെന്റം. മൊമെന്റം അല്ലെങ്കിൽ ആക്കം എന്ന് പറയുന്നവന്റെ യൂണിറ്റ് എന്താണെന്നറിയോ? ആക്കം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? ഇത് ചോദിക്കുന്ന സാധനമാണ് കേട്ടോ. മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അതുകൊണ്ട് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ആരുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? മൊമെന്റത്തിന്റെ യൂണിറ്റ്. അത് പറയാൻ വിട്ടുപോയത് കേട്ടോ. ഇനി താണ്ട് ഇവിടെ വലിയൊരു ബലം ചെറിയൊരു സമയത്തേക്ക് ഒരു പ്രതലത്തിൽ വന്ന് വീണാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയും? ഇമ്പൾസ് എന്ന് പറയും. ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അന്നേരം പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഇവിടെ നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുന്നതാകുന്ന സ്റ്റിച്ച് ബോൾസിലല്ലേ, അതായത് നമ്മുടെ ഈ വലിയ വലിയ ക്രിക്കറ്റ് കളിയൊക്കെ വരുമ്പോ ക്രിക്കറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ സ്റ്റിച്ച് ബോൾസിലല്ലേ കളിക്കുക. അതായത് വളരെ കട്ടി കൂടിയ കോർക്ക് കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. ഈ സാധനം ഞാൻ കൈയും കൊണ്ട് പിടിക്കുവാനായിട്ടൊരു ശ്രമം നടത്തുന്നു എന്നാണെങ്കിൽ, ഈ ഒരു ബോള് മുകളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ, ഇവനെ ഞാൻ എന്റെ കൈ കൊണ്ട് പിടിക്കാൻ ശ്രമിച്ച പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ കൈ കൊണ്ട് തടുത്ത് പിടിച്ചു നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്റെ കൈക്ക് ഇഞ്ചറി ഉണ്ടാകും. അതേസമയം ഞാൻ എന്ത് ചെയ്യും? പന്ത് ഇങ്ങനെ കയ്യിൽ ഒതുക്കി വെച്ചുകൊണ്ട് കൈ പിന്നിലേക്ക് വലിച്ചാൽ, ക്രിക്കറ്റ് കളി കാണുന്നവർക്കറിയാം, പന്ത് അവരെ കയ്യിലേക്ക് ഒതുക്കി കൈ പുറകിലേക്ക് വലിക്കാറാ പതിവ്. എന്തുകൊണ്ട്? മക്കളെ, കൈക്ക് ഉള്ളിലേക്ക് ബലം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ കൊടുക്കാൻ പാടില്ല, വളരെ സമയമെടുത്ത് വേണം കൊടുക്കാൻ. അതായത് സമയത്തിന്റെ ഇന്റർവെല്ല് കൂട്ടാനുള്ളതാകുന്ന ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇഞ്ചുറി എന്ന് പറയുന്നത് ഇല്ല. എന്താ പറഞ്ഞേ? ഇഞ്ചുറി അല്ലെങ്കിൽ അവിടെ മുറിവുകളൊന്നുമേ ഇല്ല, പരിക്കുകളൊന്നുമേ ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്താ ഞാൻ പറഞ്ഞേ? എടാ, ഈ ബോള് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുമ്പോൾ കയ്യിൽ ക്യാച്ച് എടുക്കുന്ന സമയത്ത് പതുക്കെ എന്ത് ചെയ്യും? ഞാനെന്ന് പറയുന്ന ഒരാൾ ഇതാ ഇങ്ങനെ നിൽക്കുകയാണ്, എന്റെ പന്ത് ഞാൻ പിടിക്കാൻ പോവുകയാണെന്ന് വെച്ചാൽ ഞാൻ ഈ പന്ത് കയ്യിൽ ഒതുക്കും, എന്നിട്ട് കൈ എന്റെ പുറകിലേക്ക് പതുക്കെ അങ്ങോട്ടേക്ക് വലിച്ചു മാറ്റും. അപ്പോൾ കൈ പുറകിലേക്ക് വലിക്കുമ്പോൾ ആ ബോളെന്ന് പറയുന്ന ആൾക്ക് എന്റെ കയ്യിലേക്ക് ചെലുത്താൻ സാധിക്കുന്നതായ ബലം ഒരുപാട് സമയമെടുത്താണ് എന്റെ കയ്യിലേക്ക് കൊടുക്കേണ്ടത് എന്ന കാരണം കൊണ്ട് ആ വളരെ വലുതാകുന്ന ബലത്തെ നിർവീര്യമാക്കാൻ എനിക്ക് അവിടെ സാധിക്കും. ഓക്കെ അല്ലെ? വളരെ വലുതാകുന്ന ബലത്തിനെ നിർവീര്യമാക്കാൻ അവിടെ സാധിക്കും. എങ്ങനെ? എന്റെ കയ്യിൽ ഇഞ്ചറി ഉണ്ടാക്കുന്നതിൽ നിന്ന് അതിനെ നിർവീര്യമാക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി എന്താ സംഭവം നോക്കേ. ബലം എന്ന് പറയുന്ന ആള് സമയം എന്ന് പറയുന്ന ആള് കൂടിയാൽ അനുഭവപ്പെടുന്നത് എന്ത് ചെയ്യും മക്കളെ? കുറയും. കണ്ടോ? പ്രൊവൈഡഡ്. അതൊന്ന് ശ്രദ്ധിക്കുക. സമയം കൂടുന്നു, ബലം കുറയുന്നു. ഇമ്പൾസിനകത്ത് മാറ്റമില്ല. അവിടെ അനുഭവപ്പെടേണ്ടത് ആ പറയുന്ന ആളിൽ മാറ്റമില്ല. പക്ഷെ സമയം കൂട്ടിക്കൊണ്ട് ബലത്തെ കുറച്ചാൽ ഈ പറയുന്ന ഇമ്പൾസിൽ മാറ്റമില്ലാതെ എനിക്ക് ഇഞ്ചറിയിൽ നിന്ന് രക്ഷപ്പെടാം. ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? അതുപോലെ ഇപ്പൊ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞ, ഞാൻ ഇവിടെ ഒരു വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുകയെന്ന് വിചാരിക്കാം. ഞാനൊരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുകയെന്ന് വിചാരിക്കാം. ഞാൻ ദാ ഇവിടെ ഉണ്ട്. ഇതൊരു കെട്ടിടമാണ്. ഞാൻ ദാ ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ഇവിടെ നിന്ന് താഴേക്ക് ചാടുന്നത് ഒരു 2 നില കെട്ടിടമാണേ. ഞാൻ ഇവിടെ നിന്ന് താഴേക്ക് ചാടുന്നത് ഒരു കോൺക്രീറ്റിന്റെ മുകളിലേക്കാണെങ്കിൽ എനിക്ക് ഉറപ്പായും വന്ന് വീഴുമ്പോൾ എന്റെ തല പൊട്ടാം, എന്റെ കൈയൊടിയാം, എന്റെ കാലൊടിയാം, ഒരുപക്ഷെ ഞാൻ മരണപ്പെട്ടു എന്ന് വരെ സംഭവിച്ചേക്കാം. എന്നാൽ ഞാൻ താഴേക്ക് ചാടുന്ന സമയത്ത് ദാ ഇവിടെ ഒരു മണലിന്റെ കൂനയുണ്ട് എന്ന് വിചാരിക്കാം. മണലിന്റെ കൂന, 2ാം നിലയിൽ നിന്ന് ഞാൻ ചാടുന്നത് ഈ മണൽ കൂനയിലേക്കാണ് എന്ന് വിചാരിക്കാം. ഞാൻ ഈ കൂനയിലേക്ക് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? എന്റെ കൈയും കാലും ഒക്കെ പതുക്കെ ഈ മണ്ണിനിടയിലേക്ക് പൂഴ്ന്നിറങ്ങാനാകുന്ന ഒരു ശ്രമം നടത്തും. ഞാൻ ആ മണ്ണിനകത്തേക്ക് അങ്ങ് പൊതഞ്ഞു പോകാനുള്ള ഒരു ശ്രമം നടത്തും. ശരിയല്ലേ? അപ്പോ എന്തു സംഭവിക്കും? എടാ, ഇവിടെ വളരെ വേഗത്തിൽ ആ ബലം
ഈ പറയുന്ന തറ എന്റെ മുകളിലേക്ക് തന്നു, അതുകൊണ്ട് എന്റെ കൈയും കാലും ഒടിഞ്ഞു. എന്നാൽ ഇവിടെ ഈ മണലെന്ന് പറയുന്ന സാധനത്തിന് ചെന്ന് വീണാൽ ഈ പറയുന്ന വലുതാകുന്ന ബലത്തിനെ ഒരുപാട് സമയമെടുത്തുകൊണ്ട് എന്റെ ശരീരത്തിലേക്ക് തരേണ്ടി വരും. ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞേ, വളരെ വേഗത്തിൽ തന്നെ വളരെ ചെറിയ ഇന്റർവെല്ലിൽ തന്നെ എന്റെ ശരീരത്തിനകത്തേക്ക് ആ ബലം അനുഭവപ്പെടും. ഇവിടെ രണ്ടാമത് പറഞ്ഞ കണ്ടീഷനിലോ വളരെ കാര്യമാകുന്ന സമയം എടുത്തുകൊണ്ട് ആ ബലം എന്റെ ശരീരത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഇവിടെ എനിക്ക് എന്തില്ല, ഇഞ്ചുറി ഇല്ല. അതേസമയം എനിക്ക് ഇവിടെ എന്തുണ്ട്, ഇഞ്ചുറി ഉണ്ട്. മനസ്സിലാവൂ? മനസ്സിലാവും. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പറയാനാണ് എങ്കിൽ, ഇപ്പോ നമ്മൾ ഈ എന്താണ് ഹൈ ജമ്പ് ഒക്കെ പോലെയുള്ള പരിപാടി ഉണ്ടല്ലോ. ഈ ഹൈ ജമ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ട് കമ്പുകൾ ഇങ്ങനെ കുത്തി നിർത്തും, ഇതിനിടയിൽ ഒരു കമ്പ് ഇങ്ങനെ വെച്ചേക്ക്, നമ്മൾ എന്ത് ചെയ്യണം, ഓടി വരണം. നമ്മൾ എന്ത് ചെയ്യണം, ദാണ്ടെ ഓടി വരണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് ചാടി അപ്പുറത്ത് വീഴണം. ഇതിന്റെ ഉയരം ചാടി ഈ കമ്പിന് മുകളിൽ കൂടെ അപ്പുറം ചാടണം. ഈ ചാടി വന്ന് തറയിലായിരിക്കില്ല, നമ്മൾ ഇവിടെ എപ്പോഴും എന്തിടൂടാ, ഒരു ബെഡ് ഇടും. ഇവിടെ എപ്പോഴും എന്തിടും, ഒരു ബെഡ് ഇടും. ചാടി വന്ന് നമ്മൾ ഈ ബെഡിനകത്തായിരിക്കും വീഴുന്നത്. ഈ ബെഡ് എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചാല്, ഈ ബെഡിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആ ഇടുന്ന ബെഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ വന്ന് ഇതിനകത്തേക്ക് വീണാൽ ഈ ബെഡ് പതുക്കെ എന്ത് ചെയ്യും, അങ്ങ് കുഴിഞ്ഞങ്ങ് താഴേക്ക് പോകും. എന്നെയും കൊണ്ടങ്ങ് കുഴിഞ്ഞങ്ങ് താഴേക്ക് പോകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, വളരെ വേഗത്തിൽ എന്റെ ശരീരത്തിലേക്ക് അനുഭവപ്പെടേണ്ടതാകുന്ന ഒരു ബലത്തെ ഒരുപാട് സമയമെടുത്ത് എന്റെ ശരീരത്തിലേക്ക് തരാൻ ഒരു ശ്രമം നടത്തും. അപ്പൊ എന്ത് സംഭവിക്കും, ഇഞ്ചുറി ഉണ്ടാകാതിരിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ എന്താ ഇമ്പൾസ് എന്നൊരു ഐഡിയ കിട്ടിയില്ലേ? എന്താ ഇമ്പൾസ് എന്നൊരു ഐഡിയ കിട്ടിയില്ലേ? ആ ഒരു സാധനം നല്ലതുപോലെ പഠിച്ച് മനസ്സിലേക്ക് പകർത്തിക്കും. ഇനി അവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, മൂന്നാം ചലന നിയമം, തേർഡ് നിയമം. എടാ, ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതാകുന്ന ഒരു എളുപ്പം നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. എന്ത് ചെയ്താലും അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. ഇപ്പോ ഞാനൊരു തോക്ക് എടുത്തു, ഞാൻ ഈ തോക്കിനകത്ത് നിന്ന് ഒരു വെടി ഉതിർത്തു എന്നാകട്ടെ, ഉണ്ട മുമ്പിലേക്കായിരിക്കും പോകുന്നത്. പക്ഷെ അതേസമയം ഇവിടെ രണ്ട് വസ്തുക്കൾ തങ്ങളിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ തോക്ക് എന്ന് പറയുന്നതിനകത്തിരിക്കുന്ന ഒരു ട്രിഗർ ഉണ്ട്. ഒരു സാധനം ഇങ്ങനെ ഒന്ന് തട്ടുമ്പോഴാണ് ബുള്ളറ്റിനകത്ത് തീ ഉണ്ടായി ബുള്ളറ്റ് അതിൽ നിന്ന് തെറിച്ചിറങ്ങി ഓടുന്നത്, അതിനകത്തുനിന്ന് തെറിച്ചു പോകുന്നത്. ശരി, അപ്പോ തോക്കിനകത്തിരിക്കുന്ന സാധനം ബുള്ളറ്റിനകത്തേക്ക് ഒരു ബലം കൊടുത്തു, അതുപോലെ തന്നെ ബുള്ളറ്റ് തിരിച്ച് തോക്കിനകത്തേക്ക് ഒരു ബലം കൊടുക്കും. അതായത് ഞാൻ ഒരാളെ അടിച്ചാൽ അയാൾ എന്നെ തിരിച്ചും അടിക്കും എന്നതിന് തുല്യമാകുന്ന രീതിയിൽ ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞേ മക്കളെ, ഞാൻ ഈ പറയുന്ന തോക്ക് ഉപയോഗിച്ച് ബുള്ളറ്റിനകത്തേക്ക് ഒരു ബലം കൊടുത്തപ്പോഴാണ് എനിക്ക് ഫയറിങ് നടന്നത്. അതുപോലെ ബുള്ളറ്റ് ഫയറിങ് നടത്തുന്ന സമയത്ത് തിരിച്ച് തോക്കിനകത്തേക്കും ഒരു ബലം കൊടുക്കും. അതുകൊണ്ടാണ് വെടിയുണ്ട മുന്നോട്ടേക്ക് പോകുമ്പോൾ തോക്ക് പിന്നോട്ടേക്ക് സഞ്ചരിക്കുന്നത്. ഓക്കെ ആണോ? അതുകൊണ്ടാണ് വെടിയുണ്ട മുന്നോട്ടേക്ക് പോകുമ്പോൾ തോക്ക് പിന്നിലേക്ക് സഞ്ചരിക്കുന്നത്. ഓക്കെ ആണോ? എടാ, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇറങ്ങി ഓടുന്ന ബുള്ളറ്റിന്റെ പ്രവേഗത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, മസിൽ വെലോസിറ്റി എന്നാ അതിനെ വിളിക്കുന്നത്. എന്തെന്നാ വിളിക്കുന്നത്? മസൽ വെലോസിറ്റി എന്ന് വിളിക്കും. മസൽ വെലോസിറ്റി എന്ന് വിളിക്കും, അതായത് മസൽ പ്രവേഗം എന്ന് വിളിക്കുക അതിനെ. ഓക്കെ. അതേസമയം ഈ തോക്ക് പുറകിലേക്ക് പോയാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറയും. ഓക്കെ ആണോ? റീകോയിൽ വെലോസിറ്റി എന്നാ അതിനെ നമ്മൾ വിളിക്കുന്നത്. ഈ കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? തോക്കിനകത്ത് നിന്ന് വെടിയുണ്ട മുന്നേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതിനെ മസൽ വെലോസിറ്റി എന്ന് പറയും. തോക്കാണ് പിന്നിലേക്ക് പോകുന്നെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റീകോയിൽ വെലോസിറ്റി എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നടന്നത് വെടിവെച്ചു എന്നുള്ളൊരു കേസാണ്. പക്ഷെ ബുള്ളറ്റ് മുന്നിലേക്കും തോക്ക് പിന്നിലേക്കും ഒരേ സമയം രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നു. പക്ഷെ ഇതിന്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു ബലം അവിടെ കൊടുത്തു, അപ്പൊ ആ ബലത്തിന് എതിരെ ഒരു പ്രതിബലം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? അതുപോലെ പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഈ കടവിലൊക്കെ നമ്മൾ വള്ളം കൊണ്ടുപോയിട്ടിട്ടുണ്ടാവും. ഈ വള്ളത്തിനകത്ത് നിന്ന് എനിക്ക് കരയിലേക്ക് കയറണം എന്നാണെങ്കിൽ ഞാൻ ഈ വള്ളത്തിൽ നിന്ന് കരയിലേക്ക് ചാടുന്ന സമയത്ത് ഈ പറയുന്ന വള്ളം എന്ത് ചെയ്യും? പിന്നിലേക്ക് പോകും. കാര്യം എന്താ? ഞാൻ ചാടാൻ വേണ്ടി എന്റെ കാല് കൊണ്ട് ബലം കൊടുത്തത് വള്ളം എന്ന് പറയുന്നതിന്റെ തറയില, വള്ളത്തിനകത്തുള്ള ആ പലകയുടെ മുകളിലാണ്. വള്ളത്തിന്റെ മുകളിൽ കൊടുക്കുന്ന ബലം വള്ളം വെള്ളത്തിനകത്ത് ഫ്രീ ആയി കിടക്കുന്നത് കൊണ്ട് പതുക്കെ പിന്നിലേക്ക് സഞ്ചരിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? ബലം കൊടുത്തു എന്നത് കാണിക്കാൻ വേണ്ടി, അതിന്റെ പ്രതിബലം കാണിക്കാൻ വേണ്ടി വള്ളം പിന്നിലേക്ക് സഞ്ചരിക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുമല്ലോ?
മനസ്സിലാവുമല്ലോ? മനസ്സിലാവും. ഇനി ഈ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ തേർഡ് നിയമം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുന്ന ഒരു സാധനം, അതുപോലെ ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം, ഇവന്മാരൊക്കെയും പ്രവർത്തിക്കുന്നത് ഏത് ചലന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ, ശ്രദ്ധിച്ചോ, ഏത് ചലന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരുന്ന സമയത്താണ് ഈ മോട്ടറും ജനറേറ്ററും നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ചലന നിയമം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂന്നാം ചലന നിയമമായിരിക്കും. ഓക്കെ ആണോ? ഏത് ചലന നിയമം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് മൂന്നാം ചലന നിയമം തന്നെയായിരിക്കും. ഡൗട്ടുകൾ ഇല്ലാതെ പറയണം. മൂന്നാം ചലന നിയമമാണ് അതിന്. മൂന്നാം ചലന നിയമമാണ് അവിടെ എന്ന് പറയണം. ഓക്കെ ആണോ? മൂന്നാം ചലന നിയമമാണ് അവിടെ എന്ന് പറയണം. ഓക്കെ ആണോ? മൂന്നാം ചലന നിയമമാണ് അവിടെ എന്ന് പറയണം. ഓക്കെ ആണോ? ഓക്കെ ആണ്. ശരി, ഡൗട്ടുകളൊന്നുമേ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുമോ? ഇനി ഇതിന് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അത് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. അവിടെ ഒരു മോട്ടറിനകത്ത് അല്ലെങ്കിൽ ഈ ജനറേറ്ററിനകത്ത് എത്ര തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, അവിടെ ഒരു മാഗ്നറ്റിക് ബലവും ഉണ്ടാകും, അതുപോലെ അവിടെ എന്തും ഉണ്ടാകും, ഒരു മെക്കാനിക്കൽ ബലവും ഉണ്ടാകും. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ മെക്കാനിക്കൽ ബലവും മാഗ്നറ്റിക് ബലവും തങ്ങളിൽ എന്ത് നടക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തള്ളൽ പ്രക്രിയ നടക്കും. ഒന്നൊന്നിനെ തള്ളും. ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ബലം മെക്കാനിക്കൽ ബലത്തിനെ തള്ളിയാൽ സാധനം കറങ്ങും. ഇവിടെ ഉണ്ടാകുന്ന മെക്കാനിക്കൽ ബലത്തിനെ മാഗ്നറ്റിക് ബലം തള്ളിയാൽ അവിടെ എന്തുണ്ടാകും? അവിടെ ഒരു കറണ്ട് ഉണ്ടാകും എന്നുള്ള രീതിയിൽ വരച്ചോ. അതാണ് ജനറേറ്ററും മോട്ടറും. അവിടെ രണ്ടു പേർക്കും ഇടയിൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തള്ളൽ ഉണ്ടാകുന്നുണ്ട്. ആ തള്ളലിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്? ഈ മൂന്നാം ചലന നിയമത്തെ അനുസരിക്കുന്ന രീതിയിൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട്. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. അപ്പോ ചലന നിയമങ്ങൾ എന്ന് പറയുന്നത് മൊത്തമായും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. തീർന്നിട്ടില്ല ചലനം എന്ന് പറയുന്ന ഭാഗത്ത്. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കർഷണം എന്ന് പറയുന്ന ആളെ കുറിച്ച് നമുക്ക് പഠിക്കണം ഇനി. അതുപോലെ തന്നെ നമുക്ക് ഇനി പഠിക്കാനുള്ള മറ്റൊരാളാണ് നമ്മുടെ ബാങ്കിങ് ഓഫ് റോഡ്, അതായത് റോഡുകൾക്ക് ചരിവുണ്ടാകുന്നത് എന്ത് കാരണം കൊണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? ഇനിയും പഠിക്കാനുണ്ട്. തൽക്കാലം ഇത്രയും ആകുന്ന കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കൂട്ടിച്ചേർക്കാം. ഓക്കെ, അപ്പോ ബൈ.